അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു തഖുല്ലാഹി ഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സന്തോഷമുള്ള ഇസ്ലാമിക വിജ്ഞാന സദസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹു ഇതിനു വേണ്ടി പരിശ്രമിച്ചവർക്കും ഇവിടെ സന്നിഹിതരായവർക്കും ഇങ്ങനെ ഒരു ഇസ്ലാമിക സദസ്സിന് വേണ്ടി വീട് നൽകി, അതിൻ്റെ മുറ്റം നൽകി, അതിനു വേണ്ടി അധ്വാനിച്ച് സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ. വളരെ ദീർഘമായി സംസാരിക്കുന്നതിലപ്പുറം ഇസ്ലാമിക കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കേണ്ടത് എന്നതുകൊണ്ട് ഞാനത് വളരെ പ്രധാനപ്പെട്ട ഒരൊറ്റ ഭാഗമാണ് പറയണമെന്ന് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഒന്നുകിൽ ഒരു കുടുംബത്തിലെ വാപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, അങ്ങനെ ആരെങ്കിലും ഒരാളായിരിക്കും. അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ പൊതുവായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ്, ഒരു മാനദണ്ഡം ആണ് ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടത് എന്നെനിക്ക് തോന്നുകയാണ്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ കുടുംബജീവിതത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ ഞാനടക്കം എല്ലാവരും എടുക്കുമ്പോൾ, ഓരോരോ ഭാഗങ്ങൾ എടുക്കുമ്പം അത് നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുക, അതനുസരിച്ച് നമ്മുടെ വീട് മാറണമെങ്കിൽ സത്യത്തിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസമല്ലാതെ ഒരു ക്ലാസ്സും മനസ്സിൽ നിൽക്കണമെന്നില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് കൊണ്ടുവരണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ചുറ്റുഭാഗത്ത് ബഹുമാനനായ അബ്ദുൽ സത്താർ കോളിമാട് മോലൊക്കെ സൂചിപ്പിച്ച പോലെ എത്രയോ നിക്കാഹുകളും കല്യാണം നടക്കുന്നുണ്ട്. നമ്മളൊരു ഇപ്പോൾ ഈ ഡിസംബർ മാസം ആയാൽ ഒരു ദിവസം തന്നെ 2, 3, 4 നിക്കാഹുകൾക്ക് അങ്ങനെ ആളുകൾ വിളിക്കും. ഞാൻ ആത്മാർത്ഥമായിട്ട് ഇവിടെ ഇരിക്കുന്ന, ഞാൻ കുറച്ച് നേരം സംസാരിക്കണം കേട്ടോ, ഇത്രയും ആൾക്കാരോട് ചോദിക്കുകയാണ്, സ്വന്തം കുടുംബജീവിതത്തിൽ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ, ഞാൻ കുറച്ചു പറയാണ്, കൂട്ടി പറയല്ല, 50% സമാധാനം ഇല്ലാത്തവരാണ്. അത് ഞാൻ കുറച്ചായിട്ട് പറയണത്. 50% സമാധാനം ഇല്ലാത്തവരാണ്. ഇത് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയണതിൻ്റെ പ്രായ കൂടുതലായിട്ടല്ല. ഞാൻ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഹൈസ്കൂൾ അധ്യാപകനാണ്. എൻ്റെ ഇപ്പോൾ സ്കൂളിൽ 1683 കുട്ടികൾ 8, 9, 10 ക്ലാസ്സിൽ മാത്രമുണ്ട്. അവിടെ രക്ഷിതാക്കളായിട്ട് 12, 13 കൊല്ലത്തെ എക്സ്പീരിയൻസ് അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ട്. പിന്നെ വലിയൊരു മഹല്ലിൽ ഖുതുബ ആയതുകൊണ്ട് ആ പള്ളിയിൽ വരുന്ന ആളുകളും എല്ലാം നമുക്ക് ബന്ധമുണ്ടായതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണം, നിലവിൽ നിസ്കരിക്കണ നോമ്പോൽക്കുന്ന ആളുകളടക്കം 50%-ലധികം ആൾക്കാരും ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലും അങ്ങേയറ്റം പ്രയാസകരമായ ജീവിതമാണ്. ഞാൻ ഒരു മാസം മുന്നാണ് തോന്നുന്നു ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്തപ്പം ഈ ക്ലാസിൻ്റെ ആമുഖമായി സ്വാഗതം പറയണം. അപ്പം ആ സ്വാഗതത്തിൽ അന്ന് സ്വാഗതം പറഞ്ഞ ഒരു കോളേജിൻ്റെ ഒരു പ്രിൻസിപ്പാൾ, അദ്ദേഹം അന്നത്തെ സംസാരത്തിൽ പറഞ്ഞു, കഴിഞ്ഞ കോളേജ് ഇലക്ഷന്റെ മുമ്പ് കുട്ടികൾ ക്യാമ്പസിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം മീറ്റിംഗ് കൂടിയിട്ട് ഔദ്യോഗികമായിട്ട് മെമ്മോ, ഔദ്യോഗികമായിട്ട് നോട്ടീസ് സ്കൂളിൽ ക്ലാസ്സുകളിൽ വായിച്ചിട്ട് നോട്ടീസ് ബോർഡിൽ ഇട്ടു. ആ ഇട്ടത് ഇങ്ങനെയാണ്: നിലവിലുള്ള സാഹചര്യം പരിഗണിച്ച് തെരഞ്ഞെടുപ്പിന്റെ മുന്നത്തെ 2 ദിവസം കോളേജ് ഉച്ചക്ക് 1 മണിക്ക് അവസാനിക്കും. കുട്ടികളെല്ലാവരെയും 1 മണിക്ക് വിടും. വീട്ടിലെത്തണം, ക്യാമ്പസിൽ ഒരു കുട്ടിയും നിൽക്കരുത് എന്ന ബോർഡ് അദ്ദേഹം ഔദ്യോഗികമായി അറിയിപ്പ് പുറത്തേക്ക് വിട്ടു. ആ പ്രിൻസിപ്പാൾ പറഞ്ഞ വാക്ക്, പിറ്റേ ദിവസം എൻ്റെ ക്യാബിനിലേക്ക് ആൺകുട്ടികളും പെൺകുട്ടികളായിട്ട് ഒരു 10-50 കുട്ടികൾ വളരെ ഭവ്യതയോടെ, ബഹുമാനത്തോടെ, ആദരവോടെ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സാറേ, ആ ഉത്തരവ് പിൻവലിക്കണം. ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കൂല, ഒരു കച്ചർ ഞങ്ങൾ ഉണ്ടാക്കൂല, പക്ഷെ ഞങ്ങളെ ക്യാമ്പസിൽ സാധാരണ രൂപത്തിൽ ഒരു 5-5:30 വരെ നിൽക്കാൻ അനുവദിക്കണം. അപ്പൊ എന്തേന്ന് ചോദിച്ചപ്പം ആ കുട്ടികൾ പറഞ്ഞ വാചകം എന്താ അറിയാം? ആ പ്രിൻസിപ്പാൾ പറഞ്ഞ വാക്ക്, 1 മണിക്ക് ഞങ്ങളെ ഇവിടുന്ന് വിട്ടാൽ നിങ്ങളത് വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കും 1 മണിക്ക് വിട്ടിക്കണ്. ഇപ്പൊ രക്ഷിതാക്കൾക്ക് അറിയും 1 മണിക്ക് പോന്നുകൾ ഇവിടുന്ന്. സ്വാഭാവികമായിട്ട് 2 മണിയാകുമ്പോൾ വീട്ടിൽ എത്തണം. എവിടേക്ക് എത്തണം? ഞങ്ങൾക്ക് വീട്ടിൽ എത്തണം.
വീട്ടിലേക്ക് എത്തി ഞങ്ങൾ നേരത്തെ വന്ന ഒന്നുകിൽ വാപ്പിമ്മ ചോദിക്കും എന്തേ ഇപ്പൊ നേരത്തെ ചോദിക്കും, നേരം ബഗിയ ചോദിക്കും എന്തേ ഇപ്പൊ ഫുൾ ടൈം നേരം ബഗലാണല്ലോ അറിയും. കുറച്ചേരം നേരത്തെ വന്നാണല്ലോ ഒരു ഫോണും ഇരുന്ന ഫുൾ ടൈം ഫോണുമ്പോ തന്നെയാണല്ലോ കുത്തിരിക്കണ അറിയും. ഇനി ഫോൺ അന്നെങ്ങാനും ഉപയോഗിച്ചില്ലെങ്കിൽ എന്തേ ഇപ്പൊ എനിക്ക് പറ്റിയ ഫോണുമ്പോ തോന്നുന്നില്ല, കാര്യമായിട്ട് വല്ലതും പറ്റിക്കണല്ലോ അറിയും. ഒന്ന് നേരത്തെ ഉറങ്ങിയാ പറയും എനിക്കെന്തോ ഒരു നേരത്തെ ഉറങ്ങാം, ഇതെന്തേ 2 ദിവസം ഉറങ്ങിയിട്ടില്ലേനു, നേരം ബഗി ഉറങ്ങിയാ ഇങ്ങനെ കുത്തർന്നൂട്. ഞാൻ ആ പറഞ്ഞതിനൊന്നും ശരി വെക്കല്ല കേട്ടോ. പക്ഷെ ഞാൻ അപ്പോൾ ആലോചിച്ചൊരു കാര്യം എന്താ അറിയോ, ആ കുട്ടികൾക്ക് വീട്ടിക്ക് പോണത് ഇഷ്ടല്ല. ഓക്കെ, കാരണങ്ങൾ ഞാൻ ശരി വെക്കണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കല്യാണം കഴിഞ്ഞിട്ടല്ലല്ലോ, പക്ഷെ ഓർക്ക് പേരിഷ്ടല്ലല്ലോ, കല്യാണമല്ലല്ലോ പ്രശ്നം. അപ്പോ ഞാനതുകൊണ്ട് അത് ആമുഖമായിട്ട് പറയണേ, കല്യാണമല്ല പ്രശ്നം, അവർ കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആ കുട്ടികൾക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന PGക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് വീട്ടിക്ക് പോകണ ഇഷ്ടമല്ല. ഇസ്ലാമിൽ ശരിക്കും വീട് കാരണം എന്താ അറിയോ, മനസ്സിലാകാൻ വേണ്ടി പറയട്ടെ, ഞാൻ വലിയ ഒച്ചമുളൊന്നും ഇട്ട് പറയണില്ല. അപ്പൊ ഇവിടെ ഒരു വാടക കെട്ടിടണ്ട്, ഇവിടെ ഒരു വാടക കെട്ടിടണ്ട്, 2 റൂം അല്ലെങ്കിൽ ഒരു റൂമുള്ള വാടക കെട്ടിടം. അത് ഇസ്ലാമികമായിട്ട് വാടക വീടാണ്. ആ വീട്ടിൽ 2 ബംഗാളികളായ സഹോദരങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ ഒരു ബൈത്താണ്, ഒരു ദാറാണ്, ഒരു മൻസിലാണ്. എന്നാൽ അതേ റൂമിലേക്ക്, അതേ വീട്ടിലേക്ക്, വാടക കെട്ടിടത്തേക്ക് ഒരു ഭാര്യയും ഒരു ഭർത്താവും വേണമെങ്കിൽ ഒരു കുട്ടിയും കൂടി താമസം മാറ്റിയാൽ ഇസ്ലാമിൽ ആ കെട്ടിടത്തിന്റെ പേര് ബൈത്തിൽ നിന്നും ദാറിൽ നിന്നും മൻസിൽ നിന്നും മാറ്റി അള്ളാഹിനെ മസ്കൻ എന്ന് പേര് വിളിക്കും. മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ഉത്ഭവ കേന്ദ്രം എന്നാണ്. അവിടുത്തെ പെയിന്റ് മാറിയിട്ടില്ല, കട്ടില മാറിയിട്ടില്ല, കർട്ടൻ മാറിയിട്ടില്ല, അവിടെ ഉള്ള ഒന്നും മാറിയിട്ടില്ല. പക്ഷെ ഒന്ന് മാറി. എന്താണ് മാറിയത്? താമസിക്കുന്നത് കുടുംബമായി. കുടുംബം താമസിക്കുന്ന സ്ഥലത്തിന് അള്ളാഹ് പറഞ്ഞ പേര് അതുവരെ നാട്ടിലില്ലാത്ത സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന സ്ഥലം എന്നാണ്. അത് നമ്മൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശരിക്കും നമ്മൾ നമ്മുടെ ദീനും നമ്മുടെ കുടുംബവും പരിശോധിക്കണം. ഇതാണ് നമ്മൾ ആകെ സംസാരിക്കുന്നത്. വേറൊക്കെ ഞാൻ എൻ്റെ പിന്നീട് മറ്റെപ്പോഴെങ്കിലും സംസാരിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് നമുക്ക് സന്തോഷം കിട്ടാതെ പോണത്? എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കൂടെ ജീവിച്ചിട്ട് ബാപ്പ ഇമ്മ എന്നുള്ള ആനന്ദം അനുഭവിക്കാൻ കഴിയാതെ പോണത്? എന്തുകൊണ്ടാണ് നാട്ടിലത്തെ എല്ലാവരും വിളിച്ച് കല്യാണം നടത്തിയിട്ടും പെൺകുട്ടികളെ നിങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും, അമ്മായിമാരെ നിങ്ങൾക്ക് മരക്കളിൽ നിന്നൊരു ആനന്ദം കിട്ടാത്ത? ഇതൊരു ബേസ് ഉണ്ട്. ആ ബേസാണ് നമ്മൾ പഠിക്കേണ്ടത്. ബേസ് ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു സഹാബി വന്നു. നബിയെ, എനിക്ക് സമാധാനമല്ല, എനിക്ക് സ്വസ്ഥതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ആദ്യം ചോദിച്ച ചോദ്യം എന്താ അറിയോ? അൻത മുതസവ്വിജ്, ഈ വിവാഹം കഴിച്ചിട്ടുണ്ടോന്നാണ്. അദ്ദേഹം പറഞ്ഞില്ല, വിവാഹം കഴിച്ചിട്ടില്ല. ഉടനെ പ്രവാചകന്റെ വാക്കെന്താ പറയുക? ഇത് നമ്മൾ ശരിക്കും ദീനാണല്ലോ. എങ്കിൽ താങ്കൾ വിവാഹം ചെയ്തോളൂ, താങ്കളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പോകും, ബുദ്ധിമുട്ടുകൾ പോകും, ടെൻഷൻ പോകും. ഞാൻ ഈ വാചകത്തെ ഈ സദസ്സിലിട്ടാണ്ട് ചോദിക്കുകയാണ്, നബി പറഞ്ഞതെന്നുള്ള ഒഴിവാക്കി. നബി പറഞ്ഞാൽ സ്വാഭാവികം നമ്മൾ അംഗീകരിക്കും. നബി പറഞ്ഞതെന്നുള്ള ഒഴിവാക്കി. നബി പറഞ്ഞതല്ല. ഈ സദസ്സിൽ ഇപ്പൊ ഈ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർ ഇവിടെ ഇങ്ങനെ കൂട്ടേണ്ടി വയ്ക്കാണ്. ഇന്റെ അടുക്കലേക്ക് ഒരാൾ വന്നു, നബി വിടി, ഇന്റെ അടുക്കലേക്ക് ഒരാൾ വന്നു, നിങ്ങളൊക്കെ മുന്നിൽ നിന്ന് പറഞ്ഞു, മൗലവി എനിക്ക് ഭയങ്കര മാനസികമായ പ്രയാസവും ടെൻഷനും ഒക്കെ ഒരു ഇതാണ്. അപ്പൊ ഞാൻ ഓരോട് പറയട്ടോ, എടാജി കല്യാണം കഴിച്ചിക്കണോ? ഇല്ല. എന്റെ ടെൻഷന്റെ കാരണം ഇജ്ജ് കെട്ടാത്തോണ്ടാണ്. എന്റെ ടെൻഷന്റെ സമാധാനക്കേടിന് കാരണം ഇജ്ജ് കല്യാണം കഴിക്കാത്തോണ്ടാണ്. ഇജ് നാളെ അടുത്ത ആഴ്ച തന്നെ നല്ല ഇസ്ലാമികമായി മര്യാദത്തോട് കല്യാണം കഴിച്ചു, എനിക്ക് സമാധാനം, സന്തോഷം, ആനന്ദമൊക്കെ കൂടും എന്ന് ഞാൻ പറയണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എത്ര ആൾ സമ്മതിക്കും? എന്റെ അഭിപ്രായത്തിൽ ഒറ്റ കുട്ടി സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, ഓ അങ്ങനെ പൊത്തി പിടിച്ചാണ്ട് പറയും, മൂപ്പർക്ക് പിരാന്താട്ടോ, മൂപ്പർ എവിടെയോ നോക്കി പറയാട്ടോ. ചിലപ്പോൾ മൂപ്പർക്ക് നിക്കാവുത്ത് പൊട്ടാൻ വേണ്ടി പറയുകാരം. കെട്ടിയ അടിസ്ഥാനത്തിൽ ഞാൻ പറയാ, ഉള്ള സമാധാനം കൂടി പോകട്ടോ. ഇതൊരു വാചകമൊന്നല്ല, ഇതൊരു വാചകമൊന്നല്ല, ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്നല്ല. ഇതിന്റെ ജീവിതത്തിലെ അനുഭവമാണ്. നിക്കാവുത്തുവിൽ ഞാൻ പറഞ്ഞു ഇതേപോലെ വിവാഹത്തോടുകൂടി വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, സ്നേഹവും കാരുണ്യവും, വിവാഹത്തോടുകൂടി സ്നേഹവും ഇഷ്ടവും മനസ്സിലാകും പറഞ്ഞു ഞാൻ നിക്കാവുത്തുവിൽ. ജീവിതത്തിൽ സ്നേഹവും കാരുണ്യവും വിവാഹത്തോടെ മനസ്സിലാവും. നിക്കാവുത്തപ്പോൾ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഒരു കാക്കാന്നിട്ടാണ്. നിങ്ങൾ പറഞ്ഞ വാക്കുകളിനോടൊന്നും ഞാൻ യോജിക്കണമെന്നില്ല, പക്ഷെ ആ പറഞ്ഞു ഞാൻ യോജിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞോടി സ്നേഹവും കാരുണ്യവും മനസ്സിലാവും. എനിക്ക് കെട്ടിന് ശേഷം മനസ്സിലായി, ഇതുവരെ അനുഭവിച്ചൊക്കെ സ്നേഹം കാരുണ്യം, പോയത് എന്താന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. സ്നേഹം കാരുണ്യം ഇതൊരു പൊതു സാധനമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ ഒരു ആയത്ത് വായിക്കണം. ഈ 2 ആയത്താട്ട മാനദണ്ഡം.
നമ്മുടെ കാഴ്ചപ്പാട്, ഞാൻ ആദ്യത്തെ വാക്ക്, നമ്മുടെ കാഴ്ചപ്പാട് മാറിയാൽ സന്തോഷവും സമാധാനം കിട്ടും. കാഴ്ചപ്പാട് മാറാതെ എന്ത് ചെയ്താലും കിട്ടൂല. കാഴ്ചപ്പാട് ഒന്ന്, ഖുർആന്റെ ആയത്ത്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ ഫഹുവ മുഅ്മിനുൻ. ഒരാൾ ആണാകട്ടെ പെണ്ണാകട്ടെ അള്ളാന്റെ ദീനനുസരിച്ച് അയാൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ, അയാളും അയാളുടെ കുടുംബവും പടച്ചോന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ അയാൾക്ക് അല്ലാഹ് എന്താ കൊടുക്കുക? ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. സ്വർഗം കിട്ടുക എന്നുള്ള മരിച്ചതിന് ശേഷം ദുനിയാവ് എന്താ കൊടുക്കുക? ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. അവർക്ക് അല്ലാഹ് സന്തോഷമുള്ള, സമാധാനമുള്ള, ആനന്ദമുള്ള ജീവിതം പടച്ചോൻ കൊടുക്കും. അപ്പൊ നമ്മളെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. ഇപ്പൊ ഞാൻ എന്റെ വീട്ടില്, ഞാൻ എന്റെ വാപ്പ, എന്റെ ആൺകുട്ടി, ഓക്കെ, ഞങ്ങൾ ഈ ആണുങ്ങൾ, ഞങ്ങൾ അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ ശ്രമിച്ചാൽ, തീരുമാനിച്ചാൽ, എന്റെ വീട്ടിലെ എന്റെ അമ്മ, എന്റെ ഭാര്യ, എന്റെ പെൺകുട്ടികള് അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങളെ കുടുംബത്തിന് അള്ളാഹ് തരുന്ന സമ്മാനം എന്താ അറിയോ? ഫലനുഹിയന്നഹു ഹയാത്തുൻ ത്വയ്യിബ. സന്തോഷവും സമാധാനമുള്ള ജീവിതം അള്ളാഹ് നമ്മുടെ കുടുംബത്തിൽ തരും. എന്താ അറിയോ? എനിക്കും എന്റെ ഭാര്യയ്ക്കും ഇടയിൽ അള്ളാഹ് സ്നേഹം തരും. എന്റെ മക്കൾക്കിടയിൽ അള്ളാഹു ഇഷ്ടം തരും. എന്റെ വീട്ടിലെ ഉമ്മാന്റെ മരുക്കളിടയിൽ അള്ളാഹു സ്നേഹവും കാരുണ്യം തരും. ഇത് അള്ളാന്റെ വാഗ്ദാനാണ്, പടച്ചോന്റെ വാഗ്ദാനാണ്. രണ്ടാമത്തേത് അള്ളാന്റെ അടുത്ത ആയത്ത്, വമൻ യുരിദ് അൻ യുളില്ല. ആരെങ്കിലും, ഒരു കുടുംബത്തിലെ വ്യക്തികൾ ആരെങ്കിലും ദീനിൽ നിന്ന് തെറ്റിപ്പോകാൻ തീരുമാനിച്ചാൽ, ദീനറിയാം പക്ഷെ അതിന് അയാള് അതൊന്നും വേണ്ട, പുതിയ കാലത്ത് ഇപ്പൊ എങ്ങനെ ജീവിക്കുക, ബാക്കിയുള്ള എന്താ വിചാരിക്കുന്നത്, ദീനെന്ന് മനസ്സിലായിട്ടും ദീനെന്ന് അകന്നു പോയാൽ അല്ലാഹ് എന്താ പറഞ്ഞത്? അവർക്ക് നരകം കിട്ടുന്നതാണ്. അത് മരിച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിൽ അല്ലാഹ് ടെൻഷൻ, ഡിപ്രഷൻ, പ്രശ്നങ്ങൾ, മനസമാധാനക്കേട്, സ്വസ്ഥതയില്ലായ്മ അല്ലാഹ് അവരുടെ കുടുംബത്തിൽ കൊടുക്കും. അപ്പൊ നമുക്ക് വളരെ സുന്ദരമായി മാനദണ്ഡം മനസ്സിലായി. അള്ളാഹു ദീനിയായി ജീവിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന സമ്മാനത്തിന്റെ പേരാ കൂട്ടരെ സമാധാനവും ഹാപ്പിനെസ്സും സന്തോഷവും ഒക്കെ. ആർക്കാണ് അള്ളാഹ് കുടുംബത്തിൽ ടെൻഷൻ കൊടുക്കറിയോ? സമാധാനക്കേട് കൊടുക്കറിയോ? ഖുർആന്റെ ആയത്ത് അള്ളാഹ് പറഞ്ഞറിയോ? ആരാണോ അള്ളാന്റെ ദീന് വിട്ട് ജീവിക്കുന്നത് അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണത്തിന്റെ പേരാണ് ടെൻഷൻ, സ്വസ്ഥതയില്ലായ്മ, സമാധാനമില്ലായ്മ, അസ്വസ്ഥത. നമ്മളെ ക്ലാസിന്റെ മർമ്മം കിട്ടി. നമ്മൾ ആലോചിക്കണം എന്താ അറിയോ? പടച്ചോനെ ഇന്ത്യന്റെ കുടുംബത്തിന്റെ ജീവിതത്തിൽ സമാധാനം തരണമേ എന്ന് പറയുമ്പം അള്ളാഹ് കാത്തു വെക്കുകയാണ്. എന്റെ പേര് ഷാഹിദ് മുസ്ലിം എന്നാണല്ലോ. ഷാഹിദ്, എന്റെ കുടുംബത്തിൽ എന്റെ വാപ്പാന്റെ, ഇമ്മാന്റെ, എന്റെ ഭാര്യന്റെ, മക്കളെയും എല്ലായിടയിലും ഞാൻ സന്തോഷവും സമാധാനം തരാൻ എടുത്തു വെച്ചൊക്കെയാണ്. പക്ഷെ നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നീ ഞാൻ പറയണ പോലെ എന്റെ വീടിനെ കൊണ്ടുപോയാൽ മതി. അത് ഞാൻ കൊണ്ടുപോകാതെ സൗങ്ങളെ പടച്ചോനോട് സമാധാന സ്വസ്ഥത ചോദിക്കൽ എന്താ അർത്ഥമുള്ളത്? SSLC നന്നായി പഠിക്കാത്ത ഒരാൾ പള്ളിയിൽ ഇരുന്നിട്ട് പടച്ചോനെ വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് സമാനമാണിത്. അള്ളാഹ് വെച്ച മാനദണ്ഡമാണ്. ഞാൻ സഹോദരിമാർ ഇത്ര ഉണ്ടായതുകൊണ്ട് പറയണം, സഹോദരിമാരെ മാനദണ്ഡം മനസ്സിലാക്കണം. മാനദണ്ഡം മനസ്സിലാക്കുക. സന്തോഷവും സമാധാനം അള്ളാഹ് തരും. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. പടച്ചോന്റെ കരാർ സത്യമാണ്. പക്ഷെ ആർക്കാണ്? വമൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ ഫഹുവ മുഅ്മിൻ. ദീനിയായി ആ കുടുംബത്തെ ജീവിപ്പിക്കാൻ അവിടുത്തെ വാപ്പിയും മക്കളും തയ്യാറായാൽ അവർക്ക് സന്തോഷം ഉണ്ടാവും. വമൻ യുരിദ് അൻ യുളില്ലഹു. ആരെങ്കിലും ദീനിന്ന് പുറത്തു പോയാൽ കഴിഞ്ഞു. പൈസ ഉണ്ടാവും കേട്ടോ, പൈസ ഉണ്ടാവും, മക്കളുണ്ടാവും, ഗൾഫ് പോകും, കാനഡയിലൊക്കെ പോകും, സ്വസ്ഥതയും സമാധാനം തരില്ല. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ 1-2 ഉദാഹരണം പറയാം. ഒന്ന്, ഞാൻ 2-3 ഏരിയ പറയണം. ഒന്ന് മക്കളത് പറയാം, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഒന്നാമത്തെ കാര്യം, ഒരു കുടുംബസംഗമം നടക്കുകയാണ്. ആ കുടുംബസംഗമത്തിൽ ഇതേപോലത്തെ നമ്മുടെ ഈ കൂട്ടുകുടുംബക്കാരവരെ കുന്നുമ്മൽ ഫാമിലി മീറ്റ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വെക്കുമല്ലോ. അങ്ങനത്തെ ഒരു സംഗമം വെക്കുകയാണ്. ആ സംഗമത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി എൻ്റെ വളരെ അടുത്തെൻ്റെ കുടുംബത്തിൽപ്പെട്ടൊരു പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞൊരു അനുഭവമാട്ടോ, അദ്ദേഹത്തെ വിളിച്ചു. അപ്പൊ ആ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഗൾഫിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് 10-27 വയസ്സുള്ള അവരുടെ ഒരു മകൻ ആ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നുകണ്. അവന് അന്നത്തെ ഒരു 1.5 ലക്ഷം ഉറുപ്പികയുടെ ഐഫോണായിട്ടാണ് വന്നുകണത്. അപ്പൊ കുടുംബസംഘം മുഴുവൻ അദ്ദേഹം ഐഫോണിൽ ഇങ്ങനെ പകർത്തി ഫോൺ ഇങ്ങനെ എടുത്തു വെച്ചാൽ അങ്ങനെ ഒരു ഭാഗത്ത് വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യത്തിന് പുറത്തു പോയപ്പം അവന്റെ ഉമ്മ 27 വയസ്സല്ലേ, അവന്റെ ഉമ്മ സാധനങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കണതിന്റെ കൂട്ടത്തിൽ ഈ ഫോണ് കണ്ടിട്ടില്ല. അങ്ങനെ കിടക്കേന് അടിയത്തൊരു സാധനങ്ങൾ വലിച്ചു. ഫോണ് കാണാതെ അല്ല, ഫോണ് നേരെ താഴത്തേക്ക് ഇങ്ങനെ കുട്ടിയാണ് വീണു. ഡിസ്പ്ലേ കംപ്ലീറ്റ് ആണ് പോയി. ഒറ്റ വീഴ്ചയിൽ ഡിസ്പ്ലേ കംപ്ലീറ്റ് ആണ് പോയി.
ഒച്ച കേട്ട് അപ്പുറത്തുള്ളവരൊക്കെ വന്ന് എന്തേ പറ്റി വെച്ചപ്പോൾ ഫോണാകെ പോയിക്കണ്. ഗൾഫിൽ നിന്ന് വന്നിട്ട് 4 ദിവസമായിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് പൊട്ടിച്ച ഫോണാണ്, ഐഫോണാണ്. 1.5 ലക്ഷം, 1.55 ശബ്ദം കേട്ട് ഇവിടെ ആൾക്കാർ കൂടി കണ്ടിട്ട് ഉമ്മ വന്നിട്ട് ഉമ്മ ചോദിച്ചു എന്തേ മോനെ പറ്റിയത് ചോദിച്ചു. അല്ല അവ അങ്ങനെ എന്നിട്ട് പറഞ്ഞു ഉമ്മച്ചി എനിക്ക് 2 ഫോൺ ഉണ്ടായിരുന്നു, ഒരു നല്ല ഫോണും ഒരാകാത്ത ഫോണും. നല്ല ഫോൺ ഞാൻ ഗൾഫിൽ വെച്ച് പോന്നു, ആകാത്ത ഫോണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കേന്, ഇവിടുത്തെ ഫോട്ടോ എടുക്കേന്. ആ ഫോൺ ഇവിടെ അങ്ങനെ വെച്ച് ഞാൻ പോയപ്പോഴാണ് ഉമ്മാന്റെ കൈയ്യട്ടി അറിയാതെ താഴത്തേക്ക് വീണ് കംപ്ലീറ്റ് പോയി. സാരല്ല ഇപ്പൊ അൽഹംദുലില്ലാ ആകാത്ത ഫോണ് പോയി, നിനക്ക് നല്ല ഫോൺ ഉപയോഗിക്കാലോ എന്ന ഉമ്മാണ്ട് പറഞ്ഞു. ഉമ്മ പറഞ്ഞു അതാണോ ചുമ്മണ് പോയി. ഇത് കേട്ടിട്ട് ഇത് പറഞ്ഞ ശേഷം അവൻ നേരെ പോയി ക്ലാസ് എടുക്കാൻ വന്ന എൻ്റെ കുടുംബത്തിൽ ഉസ്താദിനെ ആരും കാണാതെ പോയി അണച്ച് ചേർത്തൻ പിടിച്ചാണ് കരഞ്ഞു. ഇവിടെ പറഞ്ഞിട്ട് ഉസ്താദെ ഞാൻ ഇവിടെ വന്നപ്പോൾ 2 പെട്ടി കൊണ്ടുവന്നേനി, 2 എൻ്റെ കുടുംബത്തിനുള്ളതാണ്, ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ആകെ എനിക്ക് വേണ്ടി കൊണ്ടുവന്നത് ഈ 1.5 ലക്ഷം റുപ്യ എൻ്റെ പൂതി വെച്ച് ഞാൻ വാങ്ങിയ ഐഫോണാണ്. ആ ഐഫോണാണ് 4ാമത്തെ ദിവസം കവറ് പൊട്ടിച്ചിട്ട് 4ാമത്തെ ദിവസം എൻ്റെ അമ്മാന്റെ കൈയ്യട്ടി താഴത്തേക്ക് വീണ് പൊട്ടിയപ്പോ എൻ്റെ അമ്മ വന്നിട്ട് എന്തേ മോനെ പറ്റിയെന്ന് ചോദിച്ചില്ലേ. ആ ചോദ്യത്തിന് എനിക്ക് സങ്കടം ഉണ്ടായിന്, ദുഃഖം ഉണ്ടായിന്. എന്റെ അമ്മ അങ്ങനെ കാട്ടിയതൊക്കെ എന്റെ മനസ്സിലുണ്ട്. പക്ഷെ ആ ദേശത്തിൽ ഞാനെങ്ങാനും ഉമ്മാണ്ട് മെച്ചങ്ങൾ എന്ത് പരിപാടിയാ മങ്ങൾ കാട്ടി, നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചൂടെ? നിങ്ങൾ 5 റുപ്യന്റെ ഗ്ലാസിന്റെ വർത്താനത്തിന് ഗ്ലാസിന്റെ വിഷയത്തിൽ വരെ നിങ്ങൾ ശ്രദ്ധിച്ച് വർത്താനം പറയലുണ്ടല്ലോ. 1.5 ലക്ഷം റുപ്യന്റെ ഒരു ഫോണും എന്തെങ്കിലും നോക്കാഞ്ഞെങ്ങാനും അപ്പോഴത്തെ വിഷമത്തിൽ ഞാനെങ്ങാനും ഉമ്മാനോട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ ഉമ്മ മകൻ നിലയ്ക്ക് ചിലപ്പോൾ എനിക്ക് പുറത്തന്നേക്കാം. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അമ്മാന്റെ മനസ്സിലെ സങ്കടം ബാക്കിയാവും. പടച്ചോനെ എൻ്റെ കുട്ടി 2 കൊല്ലം 1.5 കൊല്ലം ഗൾഫിൽ വെയിൽ കൊണ്ട് ചൂടത്ത് പണിയെടുത്ത് കുറച്ചായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് വാങ്ങിച്ച ഫോൺ, അവന്റെ പൂതിയായ ഫോൺ ഇന്റെ കൈയോണ്ട് പൊട്ടിയല്ലോ എന്നുള്ള സങ്കടം എൻ്റെ അമ്മാന്റെ മനസ്സിൽ മരിക്കും വരെ ഉണ്ടാവും. എന്തിനാ എൻ്റെ അമ്മാനെ അടങ്ങാറാക്കണത്? ഇപ്പൊ കണ്ടില്ലേ, ഉമ്മാക്ക് സന്തോഷായി, മതി ബാക്കി ഗൾഫ് പോയിട്ട് ഉണ്ടാക്കാലോ, അള്ള തൗഫീക്ക് നൽകാലോ. ഞാൻ ഇവിടെ ഇരിക്കണം ഉമ്മാടും ബാപ്പയുടെ ക്ലാസ്സിന്റെ അപ്പുറം ചോദിക്കാൻ, ആ 27 വയസ്സുകാരൻ ആ വീട്ടിന്റെ സന്തോഷല്ലേ? ആണല്ലോ, ഉറപ്പല്ലേ? ആണ്. നിങ്ങൾ ചോദിക്കോ ഓന്റെ ഹൈറ്റ് എത്രയാണ്, ഓന്റെ വെയിറ്റ് എത്രയാണ്, ഓന് കഷന്റ് ഉണ്ടോന്ന് ചോദിക്കോ, ഓന് തടി ഉണ്ടോന്ന് ചോദിക്കോ, പൂച്ചക്കണ്ണാന്ന് ചോദിക്കോ. ഇതൊക്കെ ആണ്, ഇതൊക്കെ അല്ല. അതും സന്തോഷം തമ്മിൽ എന്താ കൂട്ടരെ ബന്ധം? അതും സന്തോഷം തമ്മിൽ എന്താ ബന്ധം? ഒറ്റ കാര്യമുള്ളൂ, അവന് ഹൈറ്റ് ഉണ്ടെങ്കിലും ഹൈറ്റ് ഇല്ലെങ്കിലും 6 പാക്ക് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒറ്റ കാര്യമേ അവന് സന്തോഷത്തിന് മാനദണ്ഡമുള്ളൂ. അവന്റെ മനസ്സിൽ ഉമ്മാന്റെയും ബാപ്പാന്റെയും തൃപ്തിയിലാണ് അള്ളാന്റെ തൃപ്തി എന്ന ദീനുണ്ട്. ദീനുണ്ടെങ്കിൽ സന്തോഷമുണ്ട്. നമ്മളെ ക്ലാസ്സിലേക്ക് പിരിച്ചുവിടാം. ഈ മാനദണ്ഡം പാലിക്കാൻ ഇവിടുത്തെ ഓരോരുത്തരും തീരുമാനിച്ച ക്ലാസ് അവസാനിപ്പിക്കുക. ഇത് നമ്മൾ അറിയാതെ അറിയോ? നമ്മൾ ധാരണ തരും. ഞാൻ നിങ്ങളടക്കം പറയും, ഊട്ടിക്ക് എല്ലാവരും ടൂർ പോയാൽ സന്തോഷം ഉണ്ടാവും. ആരാ കൂട്ടരെ പറഞ്ഞു ഊട്ടിക്ക് ടൂർ പോയാൽ സന്തോഷമല്ല? ഊട്ടിക്ക് ടൂർ പോകാം. ആ പോണീന്റെ ഇടയ്ക്ക് എന്റെ കുട്ടി എങ്ങാനും ആക്സിഡന്റ് പറ്റി താഴെ വീണ് മരിച്ചാലോ സന്തോഷം പോയില്ലേ? ആരെ നമ്മുടെ ഈ ഊട്ടിക്ക് ടൂർ പോകുമ്പോഴും എല്ലാവരും പാടെ ഒരു ഡ്രസ്സ് ഇട്ടാലും എല്ലാവരും പാടെ ബിരിയാണി നിന്നാലും സന്തോഷം. അതൊക്കെ ദുനിയാവിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളുടെ ചെറിയ ഭാഗമാണ്. ഞാൻ ബിരിയാണി എല്ലാവർക്കും വെച്ചു, ആ കേൾക്കാൻ വേണ്ടിട്ട് പറയട്ടോ. എന്റെ കുട്ടിക്കിനെ വാരി കൊടുക്കണമെങ്കിൽ എന്റെ കുട്ടിക്ക് തരിപ്പൊക്കെയാണ് പോയി. കാലാകാലന്റെ പേരിൽ ബിരിയാണി വെക്കും പറയും, പടച്ചൊഞ്ഞ് ബിരിയാണി വെക്കല, അന്ന് കുട്ടിക്ക് തരിപ്പ് പോയതാണ് അറിയും. ഇപ്പൊ ബിരിയാണിന്റെ സന്തോഷം പോയില്ലേ? എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്റെ വീട്ടിൽ നിന്ന് എന്റെ കുട്ടികളെ കൊണ്ട് ഊട്ടി പോവുകയാണ്. ആ പോണിനിടയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി, എന്റെ കുട്ടി മരിച്ചു. അങ്ങനെ എന്റെ കുട്ടി മരിച്ചു. തൊട്ട് മുമ്പോ ലോഹറിസ്കരിച്ചിട്ട് സലാം വീട്ടി പ്രാർത്ഥിച്ചിട്ട് മരിക്കുകയാണെങ്കിൽ അടുത്ത തവണ ഊട്ടി പോകുമ്പോൾ നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മരണം പോലും സന്തോഷം നൽകാൻ കഴിയും ദീനുണ്ടെങ്കിൽ. ഇതാണ് മാനദണ്ഡം. ഈ മാനദണ്ഡം ചർച്ചയെ ചെയ്യൂല. അതുകൊണ്ടാണ് അടിസ്ഥാനപരമായിട്ട് പറയുന്നത്, നമ്മുടെ കുടുംബത്ത് സന്തോഷം ഉണ്ടാണോ? അല്ല പറഞ്ഞത് അല്ലയാണ് ചിരിപ്പിക്കുന്നവൻ, അല്ലയാണ് കരയിപ്പിക്കുന്നവൻ. ചിരിക്കാൻ അള്ളാഹു വെച്ച മാനദണ്ഡം അള്ളാന്റെ ദീനനുസരിച്ച് കുടുംബത്തെ കൊണ്ടുപോയാൽ അല്ല കുടുംബത്തിൽ സന്തോഷവും ആനന്ദവും നൽകും. ആരെയാണ് അല്ല കരയിപ്പിക്കുക? ആരെ വീട്ടിലാണ് പ്രശ്നം ഉണ്ടാകുക? ആരെ വീട്ടിലാണ് ഒളിച്ചോട്ടം ഉണ്ടാകുക? ആരെ വീട്ടിലാണ് സംഘർഷം ഉണ്ടാകുക? അള്ളാന്റെ ദീന് വിട്ടു പോകാൻ തയ്യാറായവന്റെ വീട്ടിൽ അല്ല കൊടുക്കണ പരീക്ഷണാണ്. അപ്പൊ ഞാൻ എന്താ വേണ്ടി? ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്ന് സുബൈ മുതൽ തീരുമാനിക്കുക, പടച്ചോൻ ഇഷ്ടപ്പെട്ടത് ഈ പേരിൽ കൊണ്ടുവരാൻ. അപ്പൊ സ്വാഭാവികമായിട്ട് സന്തോഷം തരും. ഞാൻ രണ്ടാമത്തെ ഉദാഹരണം പറയാം. ഒന്നാമത്തെ കുട്ടിനെ പറഞ്ഞു, മക്കളത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. രണ്ടാമത്തേത്, ഞാൻ ആദ്യം ഖുത്ബ പറഞ്ഞ സ്ഥലത്ത് എന്താ
ഖുത്ബയ്ക്ക് ശേഷം ഒരു 10-60 വയസ്സുള്ള ഒരു ഉപ്പ വന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, മൗലവി എല്ലാവരും പോയി കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളോട് സംശയം ചോദിക്കണ്ട. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താന്ന് വെച്ചു. അന്ന് സ്കൂളില്ല, വെള്ളിയാഴ്ചയാണ്. അപ്പം അന്ന് സാധാരണ സ്കൂളുണ്ട്. അന്ന് എന്തോ ഒരു കാര്യം കൊണ്ട് കുറച്ച് മുമ്പാണ്, ഓർമ്മല്ല സ്കൂളിൽ. അപ്പം അദ്ദേഹം എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് 2 മക്കളാണ്, 3 മക്കളാണ്. മൂത്തവൻ ഗൾഫിലാണ്, മൂത്താള് ഗൾഫിലാണ്. അവന്റെ ഭാര്യയും കുട്ടികളും എൻ്റെ കൂടെ തറവാട്ടിലുണ്ട്. രണ്ടാമത്തത് പെൺകുട്ടിയാണ്, അവളെ ഞാൻ വിവാഹം കഴിപ്പിച്ചു വിട്ടിട്ടുണ്ട്. മൂന്നാമത്തേത് 30 വയസ്സുള്ള ആൺകുട്ടിയാണ്. അവൻ 25 വീട്ടിലാണ്. 25-ാമത്തെ വയസ്സിൽ അവൻ വലി തുടങ്ങി, 25 തുടങ്ങി. പിന്നെ കുടിയായി, ബിയറായി, പൊടിയായി, സ്റ്റിക്കറായി. ഇപ്പൊ 30-ാമത്തെ വയസ്സ് MDMA. 29 തുടങ്ങിയാണ്, 30-ാമത്തെ വയസ്സിൽ MDMA. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? മോലു, എൻ്റെ വീട്ടില് പേടിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കണത്. രാത്രി 2 മണിക്ക് വീടിന്റെ മുകളിൽ നിന്ന് ടക് 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 എന്നുള്ള ശബ്ദം കേട്ടിട്ട് ഞാനും ഉമ്മയും, അവന്റെ വാപ്പിയമ്മ, ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ മൂത്ത ജേട്ടന്റെ ഭാര്യയുടെ കുറച്ച് ആഭരണം വെച്ച അലമാരുണ്ട്, അതുണ്ടാവും. രാത്രി 2 മണിക്ക് കുത്തി തുറക്കണം. ഞങ്ങൾ ഓടിപ്പോയി. ഉമ്മ അവന്റെ കൈ ഇങ്ങനെ പിടിച്ചു, ഒരൊറ്റ തള്ളല്. താഴത്തേക്ക് അവന്റെ അമ്മ തലടിച്ചാണ് വീണു. ഈ ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ മനസ്സെന്നാവുമ്പം പെട്ടെന്നുണ്ടല്ല കണ്ണു നിങ്ങൾ വരുന്നത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞേ, മൗലവി ഓന്റെ അമ്മ അവിടെ കിടന്നിട്ട് മനജി ചെയ്യല്ലേ, കുത്തല്ലേ, ഉമ്മാക്ക് എഴുന്നേക്കാൻ വയ്യടാ, പിടിക്കടാന്ന് ഉമ്മ യാചിക്കുമ്പം തിരിഞ്ഞു നോക്കിയില്ല മൗലവി. അയാൾ നിന്നിങ്ങനെ കണ്ണുന്ന് കണ്ണീരിങ്ങനെ വരികയാണ്. ബാക്കി അവൻ കുത്തി. ഞാൻ പിടിച്ചു. താഴെ വീണ ഉമ്മാനോ കയ്യും പിടിച്ച് എഴുന്നേൽപ്പിച്ചില്ല. അവൻ ബാക്കി സംഗതി ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയോനെ. ഓൻ വീണ്ടും തിരിച്ചൊന്നു. ഓരോ ദിവസം എന്റെ വീട്ടിൽ ചെറിയ കുട്ടിന്റെ, ജേട്ടന്റെ ചെറിയൊരു പെൺകുട്ടിന്റെ കഴുത്തിൽ ചെറിയൊരു സ്വർണ്ണമാണ്ട്, ചെറുതാണ്. ഓൻ പൈസക്ക് വേണ്ടി ഒരൊറ്റ വലി ഞങ്ങൾ പിടിച്ചു, പൊട്ടിയില്ല. പക്ഷെ ചെറിയ കുട്ടിന്റെ കഴുത്തിൽ സ്വർണ്ണ മാല കണ്ട് വലിഞ്ഞു. ഇപ്പോഴുണ്ട് 2 ഭാഗത്ത് ചോര കിനിഞ്ഞ കറുത്ത പാട്. പിന്നെ പറമ്പത്തെ സാധനം വിറ്റു. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തോ ഒരു സംശയം ചോദിക്കാനാണ് എന്നോട് ചോദിച്ചെന്ന് പറഞ്ഞില്ല. എന്താ സംശയം ചോദിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു ചോദ്യം. ഞാൻ പഠിക്കുന്ന വാപ്പാടും പാടും പറയണം. അതുകൊണ്ട് നമ്മുടെ ക്ലാസ് അല്ല, ഇതൊരു ആശയം ഉണ്ടായിട്ട് ഇവിടുന്ന് പോയാലേ ഇത് ഉപകാരമുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത്. വാപ്പാനോട് ചോദിച്ചു, ഇസ്ലാമിൽ വകുപ്പുണ്ടോ ചോദിച്ചു. എന്തിനു ചോദിച്ചു. എൻ്റെ ആ മകനെ കൊന്നിട്ട് ജയിലിൽ ഞാൻ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങി ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വരാൻ അള്ളാഹ് നിങ്ങൾക്ക് ദീർഘായുസ്സ് തരികയാണെങ്കിൽ ഒരു ഹജ്ജോ ഉംറയോ ചെയ്താൽ ഇതിന്റെ പാപം പുറത്തു കിട്ടാൻ ഇസ്ലാമിൽ വകുപ്പുണ്ടോ ചോദിച്ചു. ശരിക്ക് നമ്മോട് പല ആൾക്കാരും കിട്ടണതും കിട്ടാത്തൊക്കെ ചോദിക്കും. നമ്മൾ പിന്നെ നോക്കി പറയാനൊക്കെ പറയും. പക്ഷെ ഇങ്ങനെ ഒരു മനുഷ്യൻ സ്വന്തം മകനെ കൊല്ലുന്ന ഒരു കാര്യം ഇസ്ലാമിൽ വകുപ്പുണ്ട്. നമ്മൾ ഭയങ്കര സ്തബ്ധനായി. അങ്ങനെ എന്നപ്പോ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, മോലി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അന്തല്ലാതൊരു കാര്യം ചോദിക്കാണ്? നിങ്ങളെ ഖുത്ബ കേട്ടിട്ട് ഒരു വികാരത്തിന് കാര്യം ചോദിക്കാണ്? അല്ല മോലി, അള്ളാന്റെ പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച ജുമുഅക്ക് ഒരു ഖത്തീബിന്റെ ഖുത്ബ കേട്ടിട്ട് പ്രാർത്ഥന നിസ്കാരം കണ്ടിട്ട് അന്തല്ലാതൊരു വാപ്പ മകനെ കൊല്ലുന്ന കാര്യം ഫത്വ വയ്ക്കൂല. 5 കൊല്ലായിട്ട് എന്റെ പേര് 6 ആൾ ഉറങ്ങിയിട്ടില്ല. അറിയാം നിങ്ങൾക്ക്? ഓൻ വരുന്നത് പേടി, പോണത് പേടി, വാതിൽ കുറ്റിട്ടാ പേടി, വാതിൽ തുറന്നിട്ടാ പേടി, ഓനെ വീട്ടിൽ ഒറ്റക്കാക്കി പോണ പേടി, ബാക്കിയുള്ളവരൊപ്പം കൊണ്ടുപോണ പേടി, ഓന്റെ ചങ്ങായിമാരപ്പോ ടൂറ് പോണ പേടി, മരണ വാർത്ത കേൾക്കണ പേടി, പന്തലിക്ക് പോണ പേടിച്ചിട്ട് ഇന്റെ പെണ്ണുങ്ങൾ ഉറങ്ങൂല മോലി. ഓൻ വരും വരെ ഓൻ അപ്പള വരാറ് 3:30 വരുന്ന വരെ ഉറങ്ങൂല. ഇങ്ങട്ടോ വന്നിട്ടോ ലൈറ്റ് ഓഫ് ആക്കൂല. എപ്പോഴാ ഓഫ് ആക്കാറ്? 4:15. അതുവരെ ഓളിങ്ങനെ നിൽക്കും. പടച്ചോനെ ഉള്ളിന്ന് വല്ല സൗണ്ടും കേൾക്കും. 4:15 നമുക്ക് കടക്കല്ലേക്കും പറയും, ഇനി ഏതായാലും തഹജ്ജുദ് നിസ്കരിക്കാൻ. സുബൈക്ക് എന്റെ പേരിൽ ആകെ 1 മണിക്കൂർ ഉറങ്ങുക. എത്ര കാലായി മോലും എന്റെ പേരിൽ ഇങ്ങനെ. അന്ന് ഞാൻ തീരുമാനിച്ചു, എന്റെ വീട്ടിൽ ബാക്കിയുള്ളവർക്കെങ്കിലും സമാധാനം കിട്ടാൻ ബാപ്പയായി ഞാൻ ഒരു കാര്യം തീരുമാനിക്കണ്ടേ. അന്ന് ഞാൻ ഒരു മൗലവിനോട് ചോദിക്കാൻ നിൽക്കാണ്, കൊന്നാൽ ഹജ്ജ് കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെങ്കിൽ അള്ളാഹ് പശ്ചാത്തപിക്കാൻ കഴിയും, കൊല്ലാനെ മോലി ഞാൻ ചോദിക്കണം, കൊല്ലാൻ ഇസ്ലാമിൽ വകുപ്പുണ്ടോ? ഞാൻ വിളിക്കണ വാപ്പാടും മാരെ വാപ്പാരെ, അവന് 30 വയസ്സാണ്. ആ കുട്ടി ആ വീട്ടിൽ ഷർറല്ലേ, ബാപ്പാന്റെ സങ്കടല്ലേ, ഉമ്മാന്റെ സങ്കടല്ലേ, ദുഃഖല്ലേ? എന്തേ കാരണം നിങ്ങൾ ചോദിക്കോ? ഓ MBBS പാസ്സായിക്കണം, ഓ പാസ്സായില്ല, എന്താ നമ്മളെ സന്തോഷവുമായിട്ട് ബന്ധം? ഓൻ ഇവിടെ ഇതിക്കൂടെ നടക്കുമ്പോൾ എല്ലാ പെൺകുട്ടികളും നോക്കുന്ന ഒരാളായി ഇതിക്കൂടി, അതുകൊണ്ട് എന്താ സന്തോഷത്തിന് ബന്ധം? ഓൻ 1.75 ഉണ്ട്, എന്താ നമ്മളെ സന്തോഷത്തിന് ബന്ധം? ഇത് ഞാൻ തിരിച്ചറിയാൻ അമ്മയോട് പറഞ്ഞേ, ഉമ്മാരെ ഒരു കുട്ടിന്റെ ഹൈറ്റിലോ വെളുപ്പിലോ പഠനത്തിലോ കഷണ്ടിയിലോ അല്ല സന്തോഷം, ആണെന്ന് ശൈത്താൻ പഠിപ്പിച്ചു. ഇപ്പോഴും തൗഹീദുള്ളവന്റെ മനസ്സിൽ അതാണ്. അത് മാറാത്തതുകൊണ്ടാണ് പെരന്റെ പുറത്ത് സ്വീറ്റ് ഹോം ഉണ്ടായിട്ട് ഉള്ളിൽ അടിണ്ടാക്കുന്നത്. ഈ കാഴ്ചപ്പാടാ മാറണ്ടേ. ഈ കാഴ്ചപ്പാട് മാറാതെ പടച്ചോ സന്തോഷം തരൂല.
അവൻ 30 വയസ്സിൽ അവന്റെ ജീവിതത്തിൽ അവന് ഹൈറ്റ് ഉണ്ടായിക്കോട്ടെ, വെയിറ്റ് ഉണ്ടായിട്ട്, ആരോഗ്യം ഉണ്ടായതുകൊണ്ടാണ് ഈ കച്ചറക്കൊക്കെ. പക്ഷെ അവൻ എന്തല്ലാത്തത്, ഉമ്മാനും ബാപ്പാനും ഉപദ്രവിച്ചാൽ, കണ്ണുനീര് കുടിപ്പിച്ചാൽ പടച്ചോന്റെ ഷർറ് ഉണ്ടാകും എന്ന ദീൻ അവന്റെ ജീവിതത്തിലില്ല. ദീനില്ലാത്തോടത്ത് സമാധാനം ഉണ്ടാകൂല. അള്ളാനെ ഒഴിവാക്കി കൊടുത്ത് ആനന്ദം കിട്ടൂല. താൽക്കാലിക ആനന്ദം കിട്ടും, കള്ളുടിച്ചണ മാതിരി. അത് നോക്കണ്ടങ്ങള്. നമ്മൾ അയിമ തൃപ്തിപ്പെടുകയാണ്. ദീൻ ഒഴിവാക്കിയോ, നിസ്കാരം നിലക്ക് നിസ്കാരം പ്രായപൂർത്തിയായ ആൾക്കാർ നിസ്കരിക്കാത്തൊരു വീട്ടിൽ ഉമ്മാരും ബാപ്പാരും 8 ഉംറക്കോയാലും ആ പെരയിൽ പൂർണ്ണ സമാധാനം അള്ള തരൂല. പിന്നെന്താ നമ്മൾ പറഞ്ഞില്ല? എന്താ പറയുന്നത്? പ്രശ്നം നമ്മളെ കല്യാണം നമ്മൾ എല്ലാ നോളത്തരം ആക്കി നടത്തി. ആ കുടുംബത്തിൽ എങ്ങനെ ആരെ സന്തോഷം തരും? ഇവൻ മാനേജ്മെന്റ് ആണ് സന്തോഷം തരും, ഓരോട് ചോദിക്കാം. മൗലവിയാണ് സന്തോഷം തരും, മൗലവിനോട് പരി വന്ന് ചോദിക്കാം. തിന്നാൻ വരുന്നവരാണ് സന്തോഷമെങ്കിൽ അവിടുന്ന് ചോദിക്കാം. ആരാ സന്തോഷം തരുന്നത്? പടച്ചോനാ സന്തോഷം തരുന്നത്. പടച്ചോൻ പറയാണ് ഞാൻ അത്തരം കാര്യം സന്തോഷം തരില്ല. നമ്മളെല്ലാ വൃത്തിയോടും നടത്തിയിട്ട് പിന്നെ അല്ലാണ്ട് സന്തോഷം ചോദിക്കുന്ന അർത്ഥമല്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടാനല്ല. ഈ ക്ലാസ് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകണം. എന്തുകൊണ്ടാണ് 1ാമത്തെ കുട്ടി ആ വീട്ടിൽ ആനന്ദമായത്? അവന്റെ മനസ്സിൽ ദീനുണ്ട്. എന്തുകൊണ്ടാണ് 2ാമത്തെ കുട്ടിനെ കൊല്ലാൻ പറ്റുമെന്നൊരു വാപ്പ ചോദിച്ചത്? അവന്റെ ജീവിതത്തിൽ ദീനില്ല. ദീനാണ് മാനദണ്ഡം. ഉമ്മാരുടെ ഞാൻ പ്രത്യേകിച്ച് ഉമ്മാരെ ഒന്നുകൂടി ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടോ, നമ്മളെ കുട്ടിക്ക് പ്രത്യേകിച്ച് പെൺകുട്ടിക്കൊക്കെ ആൺകുട്ടിക്കും കുറച്ച് പഠിപ്പും കുറച്ച് വെളുപ്പും നമ്മക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഇമ്മയും ബാപ്പിക്ക് എഴുതിന്തരോ ഇനി റാഹത്തായി എന്നാണ്. അതുകൊണ്ടാ ശൈത്താൻ നമ്മളെ കൂടെ ഈ വിഷയത്തിൽ കൂടിയിരിക്കണെന്ന് ഞാൻ പറയാൻ കാരണം. നല്ല രീതിയിൽ ജീവിക്കണം എത്ര കുടുംബമുണ്ട്, കണ്ണുനീരാണ്. എന്റെ മോള് ഒളിച്ചോടി പോയി. എന്താ ഒളിച്ചോടി പോകാനുള്ള കാരണം? ചൊറുക്കുണ്ട്, വേറെന്താ? അല്ല, ചൊറുക്കില്ലാത്തവർ ഒളിച്ചോടി പോയി. ചൊറുക്കുണ്ട്, പിന്നെന്താ പ്രശ്നം? ദീനില്ല. എന്നാ ചൊറുക്കില്ല എത്രയോ കുട്ടികൾ ഇവിടെ അല്ലേ? ഓലെന്താ പോകാത്തവർക്ക് ദീനുണ്ട്. ദീനും ഭംഗിയും പഠനം ഉണ്ടായിക്കോട്ടെ, ദീനില്ലാത്ത ബാക്കി ഒന്നുകൊണ്ടും സന്തോഷം കിട്ടൂല. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക്, ഇത് മക്കളുടെ വിഷയത്തിൽ മാത്രമല്ല, ഏതും. ഇപ്പം ദാമ്പത്യ ജീവിതം ഇവിടെ ഇരിക്കണം. ഉമ്മാരോട് വാപ്പാരോട് ചോദിക്കുക, വാപ്പന്മാരോട് ആദ്യം ചോദിക്കും, ഉമ്മാരെ ഭാര്യമാരെ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് സത്യത്തിൽ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഞാൻ എൻ്റെ പെണ്ണോട് വെച്ച് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ? അങ്ങനെ ഓലൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും സ്ത്രീകൾക്കൊക്കെ ഏകദേശം ഒന്ന് തന്നെ കാരണം. ഒന്ന്, നിങ്ങളൊരു ഭാര്യ നിലക്കൊന്ന് ആദരിക്കണം. ഓക്കെ, നിങ്ങളെ വാപ്പാനും ഇമ്മാനും ഓലൊന്ന് ഇഷ്ടപ്പെടണം. 3, എന്തെങ്കിലും പോരായ്മ ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും പാടെ അടിയിലിട്ടാണ്ട് കൊളാക്കിയിട്ടിരുന്ന് അലിമ്പലില്ലാത്ത മാതിരി വർത്താനം പറയരുത്. കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട കൂടുതൽ ഞങ്ങളെ കുറച്ച് ആഗ്രഹങ്ങളൊന്ന് കേട്ടാണ്ട് പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിക്കണം. അങ്ങനത്തെ ഒരു 4-5 കാര്യങ്ങളല്ലേ സത്യത്തിൽ? അല്ലേ? അങ്ങനത്തെ നിങ്ങൾക്കുള്ളൂ അത്ര തന്നെ ഉള്ളൂ. ബൽക്ക് എന്റെ പെണ്ണുങ്ങൾക്ക് അതുള്ളൂ, എന്റെ അമ്മക്കും അതുള്ളൂ, എന്റെ പെങ്ങൾക്കും അതുള്ളൂ, ഇവിടുത്തെ എല്ലാവർക്കും അതുള്ളൂ. അതിനെന്താ വേണ്ടി? ഞാൻ സ്ത്രീകളോട് നിങ്ങൾ കെട്ടിയതാണല്ലോ, അതിനെന്താ നിങ്ങൾ ഭർത്താവിന് വേണ്ടി? എന്താ വേണ്ടി? എങ്ങനെ വിളിച്ചാൽ അങ്ങനെ മസിൽ വേണം, അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാവുമോ? പിന്നെന്താ വേണ്ടി? അല്ല, നിങ്ങൾ ഇപ്പോഴാണല്ലോ ചിരിക്കണേ. കെട്ടുമുന്നേ ആലോചിച്ച് തീർച്ചില്ലല്ലോ. കെട്ടുമുന്നേ എന്തേലും പറഞ്ഞു? ഞാൻ 1.64 1.75 ഉണ്ടെങ്കിൽ നെഞ്ചത്തേക്ക് ചാകാൻ പറ്റുള്ളൂ, അപ്പോഴേ ഫോട്ടോത്തിൽ ക്ലിയർ ആകുള്ളൂ. ഉമ്മക്കും നെറ്റിമാകണമെങ്കിൽ 1.68. ഞാൻ ആ ഹൈറ്റിനും വെയിറ്റിനും ഒന്നല്ല കുറ്റം പറയണത്. നമ്മളെ കാഴ്ചപ്പാട് അവിടുന്ന് തെറ്റിയതാണ്. എന്താ അറിയോ? സന്തോഷവും ആനന്ദവും ഉണ്ടാകാൻ ദീനുള്ളവന്റെ ഹൈറ്റും ദീനുള്ളവന്റെ വെയിറ്റും ദീനുള്ളവന്റെ കഷണ്ടിയും ദീനുള്ളവന്റെ വെളുപ്പും നോക്കിക്കോളി. നമ്മൾ എന്ത് ചെയ്തോ? ബാക്കിയൊക്കെ നോക്കി, ദീൻ ഒഴിവാക്കി. അപ്പൊ അള്ളാഹ് സന്തോഷം ഒഴിവാക്കി. ടൂർ നടന്നു, പൈസ നടന്നു, 1000 കൊല്ലം സന്തോഷിച്ച് ജീവിച്ചു. പിന്നെ പിടുത്തം വിടാൻ തുടങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തറിയോ? തെറ്റിന് ശേഷം മഹല്ലിക്ക് വരാൻ തുടങ്ങി. തെറ്റിന് ശേഷം നമ്മളെ കുടുംബത്തിൽ ദീന് കൊണ്ടുവരാൻ നടന്നു. കഴിയില്ല. എപ്പോഴാ ദാമ്പത്യത്തിൽ നിങ്ങളുടെ ഏറ്റവും ഒരു ഭർത്താവ് ഏറ്റവും നന്നായി പെരുമാറരുത്? ഭർത്താവിന്റെ മനസ്സിൽ ദീൻ ഉണ്ടാകുമ്പോ ആ ദീൻ എന്താ അറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ വന്നിട്ടാ പറഞ്ഞു, മാ അക്രമൻ നിസാ ഇല്ലാ കരീമ വമാ അഹാനഹുന്ന ഇല്ലാ ലഈമ. ലോകത്തെ ഏറ്റവും നല്ല പുരുഷൻ സ്വന്തം ഇണയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ലോകത്ത് ഏറ്റവും വൃത്തികെട്ട പുരുഷൻ ആൾക്കാരോടും കുടുംബക്കാരോടും പള്ളിക്കമ്മിറ്റിക്കാരോടും നാട്ടിലുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിലും ഒക്കെ മാന്യമായി പെരുമാറി സ്വന്തം ഭാര്യയോട് ഏറ്റവും മോശമായി പെരുമാറുന്നവനാണ്. ഇതിന്റെ മനസ്സ് കിട്ടിയാൽ ഞാൻ നാളെ മുതൽ എന്റെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറും. എന്തുകൊണ്ടാണ് ചൊങ്ങളെ? ഷാഹിദെ, ഞാൻ പറയാം, ഷാഹിദെ, അന്റെ സുബൈ അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ അന്റെ പെണ്ണുങ്ങൾ അള്ളാഹ് കൊന്നാണെന്ന് ചോദിക്കും. അന്റെ പെണ്ണുങ്ങളെ അള്ളാഹു പരലോകത്ത് മുന്നിൽ നിർത്തി ചോദിക്കും, നിന്നോട് എങ്ങനെയായിരുന്നു നിന്റെ ഭാര്യ വരണിക്കാക്ക, നിന്നോട് ഏറ്റവും മാന്യമായി പെരുമാറിയതാണെന്ന് പറഞ്ഞാലേ നിന്റെ ആരാധന സ്വീകരിക്കുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ എന്റെ ഭാര്യനോട് ഏറ്റവും നന്നായി പെരുമാറും. അങ്ങനെ എന്റെ മനസ്സിൽ തോന്നണമെങ്കിൽ എന്റെ മനസ്സിൽ ദീനുണ്ടാകണം.
നമ്മളെ നാട്ടിൽ എന്താ ഉണ്ടാക്കിയെന്ന് അറിയോ? ഞാൻ മോശമാക്കി പറയട്ടെ നമ്മളെ, നമ്മളെ നാട്ടിൽ പൊതുവെ ഉണ്ടാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളൊരു രീതിയിലുണ്ടായി. ഇപ്പൊ ഇവിടെ ഇരിക്കണ, ഞാൻ ടോട്ടലായിട്ട് പറയണേ, അങ്ങനെ കരുതിയ ചെയ്ത് ഞാൻ അടക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കണല്ലോ ഈ നാട്ടിലത്തെ എല്ലാ കല്യാണം കഴിഞ്ഞ 22ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ ഈ ആണുങ്ങളായിട്ട് പറഞ്ഞു, ആണുങ്ങൾ 22 മുതൽ 82 വരെ വയസ്സുള്ള മുഴുവൻ ആണുങ്ങളെ മുഴുവൻ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുക. ഇവിടെ 4 ചോദ്യം ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം എന്താ അറിയോ? കല്യാണം കഴിഞ്ഞ പോലെ മാത്രം കേട്ടോ, കല്യാണം കഴിഞ്ഞ ആൾക്കാരെ മാത്രം ഇവിടെ ഒരുമിച്ച് കൂട്ടി ആണുങ്ങളോട് ഒന്നാമത്തെ ചോദ്യം, ബാപ്പാനും ഉമ്മാനും സ്നേഹിച്ചാൽ എന്താ കിട്ടുക? ബാപ്പാനും ഉമ്മാനും സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹം കിട്ടും. ശരി. 2, അയലോക്കക്കാരെ സ്നേഹിച്ചാലോ? അയലോക്കക്കാർ തിരിച്ച് സ്നേഹിക്കും. ഫ്രണ്ട്സിനെ സ്നേഹിച്ചാലോ? ഫ്രണ്ട്സും തിരിച്ച് സ്നേഹിക്കും. 3 ചോദ്യമല്ലേ. 4, പെണ്ണുങ്ങളെ സ്നേഹിച്ചാലോ? പെണ്ണുങ്ങളെ സ്നേഹിച്ചാൽ തലയിൽ കയറും. അതാരുണ്ടാക്കി? അത് ഓകാലം കമ്മിറ്റി അസറഫും സൈദാവി തുണിയൊക്കെ മാടി പൊന്നിച്ച് ഓലുണ്ടാക്കിയ നിയമമാണ്. ഏത്? ഓലെ സ്നേഹിക്കാൻ പറ്റില്ല. ഒരു തലയിൽ കയറും. എനിക്ക് എന്റെ അമ്മാനെയും കൊണ്ട് അങ്ങാടി കൂടെ പോണ പ്രശ്നമല്ലോ, ഉമ്മ പെണ്ണാണല്ലോ. ഇന്റെ പെങ്ങളെയും കൊണ്ട് അങ്ങാടി കൂടെ പോണ പ്രശ്നമല്ലോ, പെങ്ങൾ പെണ്ണാണല്ലോ. ഇന്റെ മകളെയും കൊണ്ട് അങ്ങാടി കൂടെ പോണ പ്രശ്നമല്ലോ, മകൾ പെണ്ണാണല്ലോ. പെണ്ണുങ്ങളെയും കൊണ്ട് പോകില്ലല്ലോ. എന്തേ? ഒരു തലയിൽ കയറുമല്ലോ. ആരോടിപ്പിച്ചെന്ന ഖുർആനിലെ ഹദീസ്, ആയത്ത നബിന്റെ ഹദീസ് അല്ല. പിന്നെ ജീവിതം കട്ടപ്പോകയായിട്ട് പാരമ്പര്യമായിട്ട് മരടൻ സ്വഭാവമുള്ള 4 ആൾക്കാർ കൂടിയിട്ട് പ്രഖ്യാപിച്ചതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കണ ഓരോരുത്തർക്കും, എനിക്ക് 2 പെൺകുട്ടികൾ ആൺകുട്ടിയുടെ നിലവിൽ അൽഹംദുലില്ലാ. നമ്മളെ പെൺകുട്ടികളെ നമ്മൾ എന്താ കല്യാണം കഴിപ്പിച്ചിടുന്നത്? പഠിപ്പിച്ചിട്ട് പൂതീർന്നിട്ടോ, തിന്നാൻ കൊടുത്തിട്ട് മതിയായിട്ടോ, പൈസ ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ പറഞ്ഞേക്കണേ? എത്ര നിക്കാഹ് എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ കൈയെടുത്തിട്ട്, എന്റെ മകൾ ഇന്നവളെ സ്വർണ്ണാഭരണം മഹറായി നിശ്ചയിച്ച് താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തന്നിരിക്കുന്നുണ്ട്. ബാപ്പ ബോധം കിട്ടും. ഒരു 4-5 നിക്കാഹ് ഞാൻ പങ്കെടുത്തു. ബാപ്പ ബോധം കിട്ടും. ചില ആൾക്കാർ പറയാൻ കഴിയാതെ ഇങ്ങനെ പറക്കും. കുറച്ചേരം വെള്ളം കൊടുക്കും, ഫാൻ്റെ താഴത്തിരിക്കും. ആൾക്കാർ പറയും 2 മിനിറ്റ് കഴിയട്ടെ, വീണ്ടും നിക്കാഹ് തുടങ്ങാറി. അവനാന്റെ പെൺകുട്ടിന്റെ നിക്കാഹൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാസം ഒരു ബാപ്പാക്കും ആക്കും ഉറക്കണ്ടാവില്ല. എന്തുകൊണ്ടാണ്? അത്രയും സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ പെൺകുട്ടി നമ്മൾ വളർത്തുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടിനെ നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുമ്പം, നമ്മുടെ കയ്യിൽ നമ്മുടെ പെൺകുട്ടിന്റെ ബാപ്പിമ്മയും കയ്യിൽ തരുമ്പം, ആ ബാപ്പാന്റെ ഇമ്മാന്റെ മനസ്സിൽ ആകെ ഒരൊറ്റ ചിന്തയുള്ളൂ, മോളെ മതിയായിട്ട് പറഞ്ഞേക്കല്ല, പെരയിൽ നിൽക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് പറഞ്ഞേക്കല്ല, ഭക്ഷണത്തിന് പൈസ ഇല്ലാഞ്ഞിട്ട് പറഞ്ഞേക്കല്ല. ഫഇന്നകും അഖദതുമുഹുന്ന ബി അമാനത്തില്ല ഫസ്തഹലൽതും ഫുറൂജഹുന്ന ബി കലിമത്തില്ല. അല്ലാഹനെ സാക്ഷി നിർത്തി പടച്ചോൻ പറഞ്ഞ ഈമാനിന്റെ ഭാഗമായി നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചേരാണ്. എന്തിനാ നമ്മളെ കൂടെ ഒരു പെൺകുട്ടി വരുന്നറിയോ? ആ പെൺകുട്ടി കല്യാണം കഴിക്കുന്ന മുന്നേ ഖത്തീമാര് ആയത്തോതി ഹദീസോതി നമ്മളെ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കണം, എന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. എന്താ അറിയോ? എന്റെ പെൺകുട്ടിന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കാണ്, നോക്കടി, ഈ കല്യാണം കഴിക്കുന്ന മുന്നേ എത്ര ടൂർ പോയാലും, എത്ര ഭക്ഷണം കഴിച്ചാലും, എത്ര ഫുഡ് സ്പോട്ട് പോയി സെൽഫി എടുത്താലും നിന്റെ ജീവിതത്തിൽ കിട്ടാത്ത ആനന്ദവും സന്തോഷവും അള്ളാഹ് വെച്ചിട്ടുണ്ട്. ആ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ പേരാണ് മവദ്ദത്തും റഹ്മത്തും. ലോകത്തെ ഏറ്റവും നല്ല ബന്ധാണ് മക്കളും മാപ്പിയും തമ്മിൽ. പൊക്കിൽ കൊടി ബന്ധാണ്. ആ പൊക്കിൽ കൊടി ബന്ധത്തിന് പോലും അള്ളാഹ് കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല മവദ്ദത്തും റഹ്മത്തും. അറിയണം നമ്മള്. എനിക്കും എന്റെ അമ്മാക്കടിയിൽ, എന്റെ ജീവിതത്തിൽ ഒന്നാമത്തെ കടമുള്ള എന്റെ ഉമ്മാന്റെ അടിയിൽ അള്ളാഹ് മവദ്ദത്തും റഹ്മത്തും വെച്ചിട്ടില്ല. അപ്പൊ എന്റെ ഭാര്യനോട്, നമ്മളെ ഭാര്യമാരോട് അള്ളാഹ് പറഞ്ഞതാണ് കല്യാണം കഴിക്കുന്ന മുന്നേ, നിങ്ങൾ എത്ര ടൂർ പോയാലും, ബാപ്പാന്റെ ഒപ്പം നിന്നാലും, ആങ്ങളമാരൊപ്പം പോയാലും, ഫ്രണ്ട്സിന്റെ പോയാലും, ലോകത്തെ ഏറ്റവും വലിയ സന്തോഷവും ആനന്ദവുമായ മവദ്ദത്തും റഹ്മത്തും അള്ളാഹ് വെച്ചത് കല്യാണത്തിൽ കൂടിയാണ്. അത് കേട്ടിട്ട് അത് കിട്ടാൻ വേണ്ടി നമ്മളെ കൂടെ ഇറങ്ങിപ്പോന്നാലും നമ്മളെ ഭാര്യമാര് അറ്റ്ലീസ്റ്റ് അവരുടെ ജീവിതത്തിൽ നിലവിൽ ജീവിച്ച ആനന്ദത്തിന്റെ മുകളിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ജീവിതം മടുപ്പിക്കുന്ന സ്വഭാവമെങ്കിലും ചെയ്യാതിരിക്കാനുള്ള മാന്യം നമ്മൾ ഉണ്ടാണ്ടേ. അപ്പോഴല്ലേ നമ്മൾ ആരാധന സ്വീകരിക്കുക, അപ്പോഴല്ലേ നമുക്ക് പരലോകത്ത് സ്വർഗം കിട്ടുക. ഇത് തിരിച്ചറിയാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട, ഭർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ദീനാണ്, ബാക്കി ഒന്നുമല്ല. ലോകത്തെ ഏറ്റവും വലിയ വേദന ഏതാ? മരണവേദന ഉണ്ടോ? പ്രസവവേദന അല്ലേ? ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞാൽ മുതിർന്ന എൻ്റെ ഒരു 45 ഒരു 50 വയസ്സുണ്ടോ. അദ്ദേഹം കടകളിലൂടെ ലൈനുകളിലൂടെ പോയിട്ട് സാധനം വിൽക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വരുമാനം അതാണ്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ കടകളിലൂടെ അങ്ങനെ പോകുമ്പോൾ, ഞാൻ അങ്ങനെ പോകുമ്പോൾ ഇടക്കിടക്ക് കാണും. പക്ഷെ സ്ഥിരം കാണുന്ന അദ്ദേഹത്തെ പിന്നെ 1-2 കൊല്ലമായിട്ട് ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, എന്താ ഇപ്പൊ കാണാത്ത. എന്നിട്ട് ഞാൻ കോഴിക്കോട് ബീച്ചിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇങ്ങനെ പോയിട്ട് ബീച്ചിൽ കൂടെ അങ്ങനെ ചങ്ങനെ കണ്ടു പോകാൻ നേരത്തിന് ബീച്ചിലുണ്ട് അദ്ദേഹം ഭാര്യനെയും കൂട്ടി ഇങ്ങനെ നിൽക്കണം.
അല്ല ഞാൻ ചോദിച്ചു, അല്ല കപ്പങ്ങളെ കാണില്ലല്ലോ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ആ ഷാഹിദ, ഞാൻ വൈഫിന് ഇമ്മ്യൂണിറ്റി പവർ കുറയുന്ന ഒരു അസുഖം ഉണ്ടായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു 3 വർഷം വീട്ടിൽ നിന്ന് അധികം പുറത്തിറങ്ങാത്ത രൂപത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറ്റം ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞു, ഇപ്പം ഒരു ബസ് പോകുകയാണെങ്കിൽ 2 ആൾക്ക് പനിച്ചാൽ മതി, ബസ്സിൽ ഓൾഡെങ്കിൽ ഓൾക്ക് പിറ്റേ ദിവസം പനിക്കാൻ തുടങ്ങും. കല്യാണത്തിനുണ്ടായി ആരെങ്കിലും തുമ്മിയാൽ മതി, പിറ്റേ ദിവസം ഓൾക്ക് പെട്ടെന്ന് പകരും. അതുകൊണ്ട് ഞാൻ വീട്ടിൽ അവൾക്ക് ട്രീറ്റ്മെന്റ് ഒരു 3 കൊല്ലം കൊടുത്താൽ പരമാവധി കുറയും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ട്രീറ്റ്മെന്റിന് വേണ്ടി, അവളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എന്റെ ജോലി ഞാൻ വീട്ടിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടൊരു സാധാ മനുഷ്യനാണല്ലോ ഞാൻ ചോദിച്ചു, അപ്പൊ നിങ്ങൾ വരുമാനം, കാരണം ലൈനിൽ കൂടെ സാധനം വെക്കുന്ന ഒരാള് ജോലി വീട്ടിലാക്കിയാൽ, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, വരുമാനം 3-1 കുറഞ്ഞ പോലെ. പിന്നെങ്ങനെ, എന്റെ ചോദ്യമാണ്, ഞാൻ നാടനായിട്ട് ചോദിക്കണം, പിന്നെങ്ങനെ? അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ഞാൻ അങ്ങനെ ശരിക്ക് പടച്ചോനെ ഒരു മനുഷ്യൻ ദീനിയായാൽ ഇതാണല്ലോ നിങ്ങൾ തോന്നി. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, മൗലവി, ഞാൻ ഓളെ കല്യാണം കഴിച്ചിട്ട് 14 കൊല്ലായി, 3 കുട്ടികളും എനിക്കുണ്ട്. ഈ 14 കൊല്ലം രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ 3 കുട്ടികളും എൻ്റെ ബാപ്പി ഇമ്മി ഞാനും ഇറങ്ങും. ഉമ്മ ചെറിയൊരു ജോലിക്ക് ചെറുങ്ങനെ പോകും. രാവിലെ എൻ്റെ വീട്ടിൽ ഈ 3 കുട്ടികൾക്കുള്ള സ്നാക്സും ഫുഡും ഡ്രസ്സും ഓള് തയ്യാറാക്കണം. വാപ്പാക്കും ഉമ്മാക്കുള്ള ചായ വേറെയാണ്, അത് തയ്യാറാക്കണം. ഓൾക്കുള്ള മരുന്ന് വേറെയാണ്, ഒക്കെ തരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്റെ ഡ്രസ്സും ഇന്റെ ചായയും എനിക്ക് കൊണ്ടുപോകാനുള്ള റെഡിയാക്കണം. ഇന്റെ വീട്ടിൽ വരുന്ന ഗസ്റ്റാള് മുഴുവൻ അവള് സ്വീകരിക്കണം. എനിക്ക് തരുന്ന പൈസ മുഴുവൻ ആരും കാണാതെ എടുത്തക്കണം. അതിന്റെ കണക്കുകൾ രേഖപ്പെടുത്തിക്കണം. ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് വേണ്ടി 10-14 കൊല്ലം ജീവിച്ചോളാവോള്. ഇന്റെ ഓരോ മക്കളെയും പ്രസവിക്കുമ്പോൾ 22 അസ്ഥി പൊട്ടണ വേദന. എന്റെ 1ാമത്തെ കുട്ടി പ്രസവിച്ചത്ര 7-ാം മാസത്തിലാണ്. എന്റെ 1ാമത്തെ കുട്ടി പ്രസവിക്കണ 7-ാമത്തെ മാസമാണ്. ആ പ്രസവത്തിന് ശേഷം ഡോക്ടർ വന്നിട്ട് പറഞ്ഞത്, ആ പ്രസവിക്കുന്ന 3-ാമത്തെ 4-ാമത്തെ മാസം മുതൽ ഏത് സമയത്തും കുട്ടി പുറത്തേക്ക് വരാം എന്ന അവസ്ഥ വന്നപ്പം ഒരു ഹോളോബ്രിക്സിന്റെ കട്ടിയും, പലർക്കും അനുഭവം ഉണ്ടാവട്ടോ, എന്നാലും ഞാൻ പറയാം, ഒരു ഹോളോബ്രിക്സിന്റെ കട്ടിയും അതിന്റെ മുകളിൽ ഒരു ഇഷ്ടികന്റെ കട്ടിയും വെച്ചിട്ട് അതിന്റെ മുകളിലാണ് കട്ടിലിന്റെ 2 കാലിങ്ങനെ വെക്കാൻ പറഞ്ഞത്. ഇങ്ങനെ കടന്നീന്, ഇങ്ങനെയും കൂടിയല്ല, സാധാരണ ആശുപത്രി കിടക്കണ ഈ വ്യത്യാസത്തിലല്ല, കുത്തനെ കടന്നീന്, കുത്തനെ. വയറിങ്ങനെ ഗർഭപാത്രം, വയറിങ്ങനെ നിൽക്കുന്ന നിറവയറുമായി നിൽക്കുന്നത് നെഞ്ചത്തേക്കിങ്ങനെ വരും, മാറിടത്തിലേക്ക് വയറൊന്നാകെ വരും. ഓരോ ശ്വാസവും കൂർക്കം വലി പോലെ നമുക്ക് പുറത്തുനിന്ന് കേൾക്കും. അതങ്ങനെ വലിക്കണത് ശ്വാസം കിട്ടാഞ്ഞിട്ട്. ബാത്റൂമിക്ക് പോകാൻ ആവശ്യമുണ്ടായിട്ടും ഇതും വെച്ച് ഓരോ സമയത്തും പുറത്ത് കാള വിളിക്കണല്ലോ എന്ന് കരുതിയിട്ട് പിടിച്ചു വെക്കും. അതിന്റെ ഭക്ഷണം കഴിക്കുമ്പോൾ മൂക്കിലൂടെ വരെ ഭക്ഷണം പുറത്തേക്ക് വരും. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ അവസാന സമയത്ത് ആശുപത്രിക്കുള്ളിലേക്ക് കൊണ്ടുപോയി പേവാടിന്റെ ഉള്ളിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ലോകത്ത്, ഇന്ത്യ രാജ്യത്ത് പ്രസവിക്കുന്ന സ്ത്രീകളിൽ 10% സഹോദരിമാരും മരിക്കും. ബാപ്പാരും നമ്മൾ ആണുങ്ങൾ അറിയാനാണ്. നമ്മൾ ഞാനൊക്കെ ഡയലോഗ് അടിച്ച് എല്ലാവർക്കും പറഞ്ഞല്ലോ, ഞമ്മക്കാണ് അന്നത് വെച്ചെങ്കിൽ നമ്മൾ പ്രസവിക്കാൻ റെഡിയാവില്ല. ആൺകുട്ടികളെ, ഭർത്താക്കന്മാരെ, ലോകത്ത് നടക്കുന്ന ഇന്ത്യ രാജ്യത്ത് 100 സ്ത്രീകൾ പ്രസവിക്കണമെങ്കിൽ 90 സ്ത്രീകൾക്ക് ജീവുള്ളൂ. ബാക്കി 10 സഹോദരിമാർ മരിക്കുകയാണ്. എനിക്കോർമ്മയുണ്ട്, എന്റെ ഭാര്യയെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉൾക്കൊണ്ടും എന്റെ അമ്മ കൈയൊടിച്ചാണ് ഇങ്ങനെ പറയുന്നത്, മോളെ ചിലപ്പോൾ തിരിച്ചു വരാൻ കഴിയില്ലട്ടോ, മരിക്കാൻ ഒരുങ്ങുന്നത് പോലെ പ്രാർത്ഥിച്ചു മുഴുവൻ തയ്യാറായിട്ട് പോയിക്കോ. നമ്മുടെ ശരീരത്തേക്ക് ഒരു കയ്യമ്മക്ക് ആരെങ്കിലും വന്നിട്ട് ഒരു ഇരുമ്പിന്റെ വടി കൊണ്ട് ചുറ്റിക്കൊണ്ട് അടിച്ച് ടക്നാണ് പൊട്ടിയാൽ 2ാമത്തെ അടിക്ക് നമ്മൾ ഈ കൈ കൊണ്ട് തടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഷോൾഡർ കൊണ്ട് എടുക്കും, കഴിയില്ലെങ്കിൽ ഓടും. ഇങ്ങനത്തെ 22 അസ്ഥികൾ ഒന്നിച്ച് പൊട്ടണ വേദന നമ്മുടെ ഭാര്യ അനുഭവിക്കുമ്പോ, രക്തം പുറത്തേക്ക് വരുമ്പം, ചിലപ്പോൾ മലം പുറത്തേക്ക് വരുമ്പം, ബോധം കെട്ടു പോകുമ്പം, ചിലപ്പോൾ അവർ ആ വേദനയുടെ ആധിക്യത്തിൽ തീരുമാനിക്കും, പടച്ചോൻ ഇന്നെ കൊണ്ട് കഴിയൂല. അവസാനം ശരീരത്തിന്റെ മുകളിലൂടെ കൊഴുകൊഴുപ്പായി നമ്മളെ കുട്ടിയെ അള്ളാഹു അവർക്ക് സമ്മാനമായി വേദനയുടെ അവസാനം കൊടുത്ത് തൊട്ടടുത്ത് നിന്ന് കൈകൊണ്ട് ഇങ്ങനെ തൊട്ടിട്ട് എന്റെ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പം, കരയുന്ന ശബ്ദം കേൾക്കുമ്പം നമ്മുടെ കൈ പിടിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇക്കാക്ക ഇങ്ങനെ ഒരു കുട്ടിനെ കിട്ടുകയാണെങ്കിൽ എത്ര ഞാൻ പ്രസവിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ വന്നോളാം നമ്മളെ ഭാര്യ. മൗലവി, ഓൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോ ജന്റെ പണി നോയിക്കോ, അന്റെ കാര്യം നോക്കാൻ എന്നെ കൊണ്ട് വെച്ച, ഞാൻ അങ്ങനെ നിന്ന് എന്നെ പറ്റി ആൾക്കാരെന്താ പറയാ എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ മുസ്ലിം ആകുക? 3 കൊല്ലമായിട്ട് ഓളിയും കൊണ്ട് ഞാൻ വീട്ടിലാണ്. ഇന്ന് ഞാൻ കുറെ കാലത്തിന് ശേഷം കടപ്പുറത്തേക്ക് അവളെ കാണാൻ വേണ്ടി അവളെയും കൊണ്ട് ഇറങ്ങിയതാണ്. ഇതിന്റെ പേരാണ് ദീന് എന്ന് പറഞ്ഞത്.
ഇതിന്റെ പേരാണ് അയാൾക്ക് ഇത്ര ഹൈറ്റുള്ളുമാരെ. പക്ഷെ ഇത്ര ഹൈറ്റിലുള്ള പെരിയിലുണ്ടല്ലോ ഒരു മലയോളം സന്തോഷാണ്, ഒരു മലയോളം. അതാണ് ദീന് കൊണ്ട് ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുക എന്ന് പറയുന്നത്. ഞാൻ സമയക്കുറവുകൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, നമ്മളെ മനസ്സിലേക്ക് നമ്മുടെ കുടുംബത്തെ കൊണ്ടുവന്നാൽ, നമ്മൾ ദീനിയായി ജീവിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹ് സന്തോഷം തരും. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താവിന് കിട്ടണമെന്ന് അറിയോ? ആദരവാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ. ഗൾഫിൽ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഉണ്ട്, എനിക്ക് മുമ്പ് പരിചയമുള്ള ആൾ. ഇപ്പോഴാണ് അദ്ദേഹം വളരെ ഫേമസ് ആയി. അപ്പൊ അദ്ദേഹത്തിനോട് ഇങ്ങനെ സൗഹൃദ സംഭാഷണം അദ്ദേഹം പറഞ്ഞു, എന്താ അന്ന് ഞാൻ അവിടെ എന്നോട് ഷാഹിദേ, ഞാൻ പൊട്ടിയിട്ട് എന്റെ ബിസിനസ് പൊട്ടിയിട്ട് ഒന്നിനും എനിക്ക് പറ്റാതെ ആത്മഹത്യ തരം പറ്റൂലല്ലോ, ഇങ്ങനെ നിൽക്കും. കുറച്ച് പൈസ എന്റെ കള്ള്, അതും കൂടി തീർന്നാൽ ഞാൻ കംപ്ലീറ്റ് വട്ടപൂജയായി. ഞാൻ അതുവരെ അത്ര ദീനൊന്നുമില്ല, പക്ഷെ ഈ തകരുമ്പോണ്ടല്ലോ ഒരു പടച്ചോന്റെ അടുക്കലേക്ക് ഒരു പോക്ക്. ഞാൻ പിറ്റേ ദിവസം എല്ലാം തകർന്ന് തരിപ്പണമായി ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ രാത്രി ഒരു 4 മണിക്ക് നീച്ച്, പെണ്ണുങ്ങളൊന്നും അറിയാതെ 4 മണിക്ക് നീക്കാൻ വേണ്ടി ഞാൻ അലാറം വെച്ച് ഇങ്ങനെ എഴുന്നേറ്റുകൊണ്ട് എന്റെ ഭാര്യ നിസ്കാരപ്പായയിൽ നിസ്കാരക്കുപ്പായിട്ടാണ്ട് ഓള് നിസ്കരിക്കണം. മൗലവി എന്നോട് പറഞ്ഞു, ഷാഹിദേ ഓള് തുടങ്ങിയിട്ട് എത്ര കാലയിക്കണം അറിയോ? ഞാനറിയില്ല. ഞാൻ അവിടെ നിസ്കരിച്ചോളൊന്നും പറഞ്ഞില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് എന്റെ കൈ ഇങ്ങനെ ഓട് പിടിച്ചിട്ട് പറഞ്ഞു, ഇക്കാക്ക നിങ്ങൾ ധൈര്യത്തിൽ തുടങ്ങിക്കോളി, ബിസ്മി ചൊല്ലി പഠിച്ചതിന് ശേഷം നിങ്ങൾ അടുത്ത ബിസിനസ് തുടങ്ങിക്കോളി. നിങ്ങൾക്ക് അതാണ് കമ്പമെങ്കിൽ. ബിസ്മി ചൊല്ലി പ്രാർത്ഥിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ അടുത്ത ബിസിനസ് തുടങ്ങിക്കോളി. നിങ്ങളെ കൂടെ നഷ്ടത്തിൽ ലാഭത്തിൽ ഞാൻ ഉണ്ടാവും. എനിക്ക് കുറച്ച് പൊന്നും കൂടെ ലവാക്കുള്ളൂ, ഞാൻ നിങ്ങൾക്ക് തരും. പക്ഷെ നിങ്ങൾ പടച്ചോനോട് പ്രാർത്ഥിച്ച് തുടങ്ങണം. അദ്ദേഹം ഇന്ന് ലോകം അറിയപ്പെടുന്ന മുസ്ലിം മോട്ടിവേഷൻ സ്പീക്കറാണ്. അദ്ദേഹം നിറക്കണ്ണുമായി പറഞ്ഞ വാക്കെന്തറിയോ? അന്ന് നിസ്കാരപ്പായി നിന്റെ പെണ്ണുങ്ങളുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ബിസ്മി ചൊല്ലി അള്ളാനെ സാക്ഷി പഠിച്ചു തുടങ്ങിക്കോളൂ, ഞങ്ങളെ കൂടെ ഉണ്ടാവുന്ന ആ ഒരു വാചകം ഉണ്ടല്ലോ, ആ വാചകത്തിൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഞാൻ എൻ്റെ ഭാര്യമാരുടെ ഒക്കെ പറയാം, ഭാര്യമാരെ നിങ്ങൾ എത്ര കറുത്തിട്ടാണെങ്കിലും വെളുത്തിട്ടാണെങ്കിലും ഹൈറ്റ് ഇല്ലെങ്കിൽ ഒരു വിഷമവും നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളെയൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹിക്കണം എന്താ അറിയോ? ഇക്കാക്കയായി ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആനന്ദവും നിങ്ങൾക്ക് നേരാൻ കഴിയോ? ലോകത്ത് പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തൊന്നും വേണ്ട. ഞാൻ അതുകൊണ്ട് ഒരു ക്ലാസ് അല്ല അറിയുന്നത്, ഞങ്ങൾക്ക് വേറൊന്നും ഇതിൻ്റെ അപ്പുറം വേണ്ട. ഞങ്ങൾക്ക് സന്തോഷം കിട്ടാൻ നാട്ടിൽ ചങ്ങായിമാരുണ്ട്. ഏതറിയോ? പുറമെങ്ങനെ നിൽക്കണോലുണ്ട്, ഉണ്ട്. ടൂർ പോകാൻ ആൾക്കാരുണ്ട്. ടൂർ പോകാൻ അല്ലന്മാരെ നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ നമ്മളിപ്പോ ടൂർ പോരണം, അത് വേറെ. ടൂർ പോകാനല്ല നിങ്ങൾ നമുക്ക് വേണ്ടിയത്. അല്ല, ചായ കുടിക്കാൻ അങ്ങാടിയിൽ ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി തരും. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസവും സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കും സമാധാനത്തോടുകൂടി ഞങ്ങളോട് സംസാരിക്കാൻ സാരല്ല കാക്ക എന്ന് പറയാൻ ഒരാൾ, ഞങ്ങൾ നിങ്ങളൊപ്പം ഉണ്ടാവുമെന്ന് പറയാൻ ഒരാൾ, അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരാൾ. പ്രവാചകനിലേക്ക് ഒരു പെൺകുട്ടി വന്നില്ലേ, നബിയെ എന്റെ വിവാഹം ഏകദേശം ഉറപ്പിച്ചു, ഞാൻ എന്താ കാക്കാനോട് ചെയ്യേണ്ടത്? നബി ഇത്രയൊന്നും പറഞ്ഞു, ഒറ്റ വാചകം പറഞ്ഞു. ആ വാചകം എന്റെ മുന്നിൽ നിൽക്കുന്ന ഓരോ പെൺകുട്ടിയാളും ഭാര്യമാരും ഉമ്മാരും മനസ്സിൽ എഴുതി ഒട്ടിക്കണം. ഹാദാ ജന്നത്തുക്കി വനാറുക്കി, മോളെ ഇക്കാക്കന്റെ സ്വർഗ്ഗാണ്, ഇക്കാക്കന്റെ നരകാണ്. എന്റെ പെങ്ങൾ മരിച്ചു പോവുകയാണ്. ഞാൻ അതുകൊണ്ട് ഉദാഹരണങ്ങളാണ്. എന്റെ പെങ്ങൾ മരിച്ചു പോവുകയാണ്. എന്റെ അളിയൻ എന്റെ പെങ്ങളെ പറ്റി പൂർണ്ണ സംതൃപ്തവാനാണെങ്കിൽ, തൗഹീദ് ഉണ്ടെങ്കിൽ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവളുടെ മുന്നിൽ അള്ളാഹ് മലക്കെ തുറന്നു കൊടുക്കും. നിങ്ങളക്കാക്കങ്ങളെ വിഷയത്തിൽ സംതൃപ്തനാണ്. ഞാൻ കുറച്ചു മുമ്പ് ഒരു 6 മാസം മുന്നിട്ട് ഒരു മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. ആ മയ്യത്ത് നിസ്കാരത്തിൽ ഭാര്യയാണ് മരിച്ചിടക്കണത്. 4 മക്കളുണ്ട് അദ്ദേഹത്തിന്. ഭാര്യന്റെ മയ്യത്തിന് മുന്നിൽ അദ്ദേഹം അങ്ങനെ വെച്ചിട്ട് മൈക്കന് മുന്നിൽ സാമ്പത്തികമായ ഇടപാടുണ്ടെങ്കിൽ ഞാൻ വീട്ടാന്ന് പറഞ്ഞു. ശേഷം അദ്ദേഹം പറഞ്ഞു, നബിന്റെ ഒരു ഹദീസ് ഞാൻ വായിച്ചിട്ടുണ്ട്, മൗലിമാര് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊരു ഭാര്യയാണോ മരണപ്പെട്ടു പോണത്, അവളെ കുറിച്ച് അവളുടെ ഭർത്താവിന് പൂർണ്ണ സംതൃപ്തവാനാണെങ്കിൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്. അദ്ദേഹം മൈക്കന് മുന്നിൽ നിങ്ങളെ പിടിച്ചിട്ടാണ് നിന്നാണ് കരഞ്ഞു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എന്റെ ഭാര്യയാണ് കിടക്കണത്, എന്റെ ഭാര്യയുടെ മരണത്തിൽ അവളുടെ ജീവിതത്തിൽ ഞാൻ പൂർണ്ണ സംതൃപ്തവാനാണ്. അവൾക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണമേ. അതിന്റെ പേരാണ് നല്ല ഭാര്യ. അത് ചിലപ്പം പുട്ടിട്ടാ കിട്ടണമെന്നില്ല. ഞാൻ സാന്ദർഭികമായിട്ട് പറയണം, കിട്ടണമെന്നില്ല. ഞാൻ മോശാക്കി പറയല്ല. അല്ല, അവനാന്റെ ജീവിതത്തിൽ സഹോദരിമാരെ, ഞാൻ ഒരു ചെറിയൊരിത് പറയാം. ഇപ്പം ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകൻ എന്തുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ടവളായതറിയോ?
വയസ്സുണ്ടേനി, ശരിക്കറിയണം, വയസ്സുണ്ടേനി, പ്രായണ്ടേനി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടം ഖദീജ ബീവിനെ എന്ന് പറയാൻ പല കാരണം. ഒരൊറ്റ കാരണം പറയാം, നബിന്റെ കൂടെ നബി പ്രശ്നബാധിതനായി വന്നപ്പം സാന്ദർഭമായിട്ട് അതിൽ നമുക്കൊരു പാഠം കൂടി പറയട്ടെ. നമ്മൾ കേട്ടൊരു പാടില്ല, എന്താണ് ജമ്മിലൂനി യാ ഖദീജ, കേട്ടിട്ടില്ലേ? ഓക്കെ, അതിൽ ആണുങ്ങൾക്കൊരു പാടുണ്ട്, നമുക്കൊരു പാടുണ്ട്. പ്രവാചകൻ ഓടി വന്നിട്ട് ഖദീജ ബീവിനോട് പറഞ്ഞ വാക്കാണ് ജമ്മിലൂനി. ജമ്മിലൂനി എന്നുള്ള അറബി ഭാഷ പ്രകാരം തെറ്റാണ്. ജമ്മിലീനി എന്നാ പറയണ്ടേ. ഖദീജ നീ എടി എന്നെ നീ പുതപ്പിക്കുന്ന പറയണ്ടേ. ജമ്മിലൂനിയാണ് എന്താ അറിയോ? ഖദീജ നിങ്ങൾ എനിക്ക് പുതപ്പിട്ട് തരൂ. നിങ്ങൾ നബി ഭാര്യനെ വിളിക്കണ വാക്കാണ്. നമുക്ക് വിളിച്ച പോട്ടെ, നബി എങ്ങനെയാണ് സ്ത്രീകളോട് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. പ്രവാചകൻ ഓടി വന്നു, എന്നെ പുതപ്പിക്കണം എന്ന് പറഞ്ഞു, സ്വങ്ങളെ പുതപ്പിക്കണം എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഉറങ്ങി എഴുന്നേറ്റിന് ശേഷം ഖദീജ ബി പറഞ്ഞ വാചകമാണ് ആരാണ് നല്ല ഭാര്യ എന്നുള്ളതിന്റെ അടയാളം. എന്തേ പറ്റിയത്? ജിബ്രീലിനത് പറഞ്ഞു അലൈഹിസ്സലാത്തു വസ്സലാം, വഹീ പറഞ്ഞു, പേടിച്ചു. ഒറ്റ വാക്ക് പറഞ്ഞു, അള്ളാഹു നിങ്ങളെ കൈവിടൂല. കേട്ടോളിയും സഹോദരിമാരെ, അള്ളാഹ് നിങ്ങളെ കൈവിടൂല. നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കണോലാണ്, കഷ്ടപ്പെടുന്നവരെ നിങ്ങൾ സഹായിക്കണോലാണ്, നിങ്ങൾ സത്യസന്ധനാണ്, അനാഥകൾ നോക്കലാണ്. എന്ത് വന്നാലും അള്ളാഹ് നിങ്ങളെ കൈവിടൂല, നിങ്ങളൊപ്പം ഞാൻ ഉണ്ട്. ആ വാചകത്തിലുള്ള നബി പറഞ്ഞു, ഖദീജന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത, ജീവിതത്തിൽ ഏറ്റവും സന്തോഷമാണ്. ഞാനും സഹോദരിമാരേക്ക് നമ്മളെ ഭർത്താവ് പള്ളി പ്രസിഡന്റ്, എന്താ PTA പ്രസിഡന്റില്, മദ്രസ കമ്മിറ്റിന്റെ പ്രസിഡന്റ് ആയിട്ടോ സെക്രട്ടറി ആയിട്ടോ കമ്മിറ്റിയിലായിട്ട് ഭയങ്കര സന്തോഷത്തിൽ എന്ത് ചെയ്യും അറിയോ? നിങ്ങൾ കേൾക്കാനായിട്ട് പറയണത്. പെരിൽ വന്നിട്ട് നമ്മളൊന്നിട്ട് പറയും, എടീ മദ്രസ കമ്മിറ്റി 2025-26 കമ്മിറ്റിയിൽ ഞാനാ സെക്രട്ടറി. പെണ്ണുങ്ങൾ അടച്ചാലും ഞാൻ മദ്രസന്റെ കാര്യം എടുക്കാൻ ഉണ്ടാവില്ല. അപ്പം മൂപ്പര് തീരുമാനം ഈ ചവിട്ടി സൈഡാക്കുകയാണ്, വേറെ ഒന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ കോമഡിയാണ് പറയുന്നത്, ഞാൻ കുറ്റായിട്ടല്ല, നിങ്ങൾ കോമഡി അല്ല പറയുന്നത്. പക്ഷെ എന്റെ ചോദ്യം, ആ കോമഡി എന്തേ വാപ്പാണ്ട് പറയാത്തത്? അതൊരു കോമഡിയാണ്, ഞാൻ എന്തേ വാപ്പാണ്ട് പറയാത്തത്? ഓക്കെ. നാട്ടില് എന്താ മികച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബിന്റെ പ്രാവശ്യം മികച്ച സന്നദ്ധ സേവന പ്രവർത്തനത്തിന്റെ അവാർഡ് എനിക്ക് കിട്ടി. റഹ്മാനായ നാഥ, അപ്പൊ അവിടെ വേറെ ആരും പണിയെടുക്കാനൊന്നുമില്ലേ? നിങ്ങൾ മാത്രമുള്ളേ? ഇനി ഇവിടെ എന്താ സംഭവിക്കണ സഹോദരിമാരെ അറിയാൻ വേണ്ടിട്ട് പറയണം കേട്ടോ. സഹോദരിമാരെ, എന്താ സംഭവിക്കണം അറിയോ? ഇപ്പൊ നിങ്ങളെ കാക്കാന പള്ളിന്റെ, എന്താ കോൺഗ്രസിന്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ, ലീഗിന്റെ, ഏതെങ്കിലും ക്ലബിന്റെ ഒരു സ്ഥാനം, ഒരു അവാർഡ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയെന്നിരിക്കൊള്ളി. നിങ്ങളോട് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, ഭാര്യമാര് ശരിക്കും കേൾക്കാണ്ട് പറഞ്ഞത്. നിങ്ങളോട് മാത്രമല്ല, ചെങ്ങായിമാരോടും പറയും, കുടുംബക്കാരോടും പറയും, നിങ്ങളോടും പറയും. നിങ്ങളെന്താ അറിയോ? അല്ലാ, ഞാൻ പള്ളി മദ്രസ എടുക്കാണ്ടാവില്ല, പൊളിഞ്ഞാടുന്ന ഉറപ്പ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചടപ്പിച്ച് സൈഡാക്കും. ചങ്ങായിമാരെന്താ അറിയോ? സെക്രട്ടറി ആയോ, ബിടട മഞ്ചേരിക്ക്, ഫർസീക്ക് തന്നെ കുഴിമന്തി അറി, മൂപ്പർക്ക് സന്തോഷാവും. എല്ലാരും പാടെ പോയി ഫുള്ള്, മൂപ്പർക്ക് ഒരു പ്രശ്നമല്ല, ഒരു ആനന്ദാണ്. ചങ്ങായിമാർക്കൊക്കെ ഫുഡ്, കുടുംബത്തിലെ ഏട്ടനഞ്ചനൊക്കെ അമ്മയൊക്കെ. അല്ല, എന്റെ കുട്ടിക്ക് എന്ന് കിട്ടേണ്ടതൊക്കെ ഈ കമ്മിറ്റിക്കാരെ മനസ്സിലാകത്തില്ല. ഞാൻ അന്ന് തന്നെ പറഞ്ഞു, എന്റെ കുട്ടിക്ക് ഇന്റെ ബുദ്ധിയാ. ഇമ്മിം ഓക്കെ, പെങ്ങളൊക്കെ, എല്ലാരും ഒക്കെ, ചങ്ങായിമാരൊക്കെ മൂപ്പരപ്പം നിന്ന്. ആരാ മൂപ്പരപ്പം നിൽക്കാത്ത? കോമഡി ഒക്കെ ഉണ്ട് നിങ്ങള്. അപ്പൊ എന്താ ഉണ്ടാകുക അറിയോ? അടുത്തത് മൂപ്പര് കിട്ടുന്ന സന്തോഷ വർത്തമാനം നിങ്ങളോട് മിണ്ടൂല. ഉമ്മറിയും, പെങ്ങളറിയും, നാട്ടാരറിയും, അവസാനം നിങ്ങളറിയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഗതി കിട്ടിക്കഴിഞ്ഞ് ഞാൻ നാട്ടുകാർ പറഞ്ഞിട്ട് അറിയണല്ലേ? അറിയാണ്ടി വരും. അതിന് ആദ്യം പറയുമ്പോൾ ചവിട്ടി സൈഡാക്കിയതുകൊണ്ടാണ്. ആകരുത്. ഇവിടെ ഇങ്ങനെ നമ്മൾ ഈ ചെടി വളർന്നു പറഞ്ഞില്ലേ, ഇവിടെ ഇങ്ങനെ ചെടി വളരുന്നു, ഇവിടുന്ന് പ്രകാശമല്ല, അവിടെ പ്രകാശമുള്ളൂ, ചെടി അങ്ങോട്ട് പോകും. സഹോദരിമാരെ, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ കാക്ക വരുമ്പം ഖദീജ ബീബി സ്വീകരിച്ച പോലെ ഞങ്ങൾ സ്വീകരിക്കേണ്ടത്. അതാണ് ദീന്, അതാണ് ദീന്. ഇക്കാക്കാന്റെ വസ്ത്രം അലക്കുന്നത് സ്വർഗം കിട്ടാനുള്ള കാരണമാണ് ദീനായി പറയുന്നത്. ദീനാണ്. ഇക്കാക്കാക്ക് വേണ്ടി നിങ്ങൾ ഭക്ഷണം ഒരുക്കുന്നത്, വീട് വൃത്തിയാക്കുന്നത്, നിങ്ങൾ ഇസ്തിരിട്ട് കൊടുക്കുന്നത്, നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നത്, കുട്ടികളെ തയ്യാറാക്കുന്നത്, സഹോദരങ്ങളെ ദീനിയായി സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കും. പ്രയാസം ഉണ്ടാവില്ലേ? ആ പ്രയാസം സ്വർഗത്തിന് വേണ്ടിയാണ് എന്ന് ഉൾക്കൊണ്ടാൽ പടച്ചോൻ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം സമാധാനം തരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 5 മിനിറ്റ് കൊണ്ടാണ് അവസാനിപ്പിക്കും. ഇത്രയും സഹോദരിമാരുണ്ടായതുകൊണ്ട് ഉമ്മ, മരുമകൾ, അമ്മായിമ്മ വിഷയത്തിൽ ദീനിന്റെ കുറവ് മാത്രം പ്രശ്നം. ദീനിന്റെ കുറവ് മാത്രമാണ് പ്രശ്നം. ഞാൻ വേറെ എവിടെയും പറയുന്നില്ല. ഉമ്മാരുടെ ഒരു കാര്യം, എന്താ മരുമക്കളുടെ ഒരു കാര്യം. മരക്കളെ, നിങ്ങളെ കുടുംബത്തിൽ സന്തോഷം കിട്ടാനുള്ള വേണ്ടിയത്, ബാക്കിയൊന്നും ജയിക്കലല്ലോ വേണ്ടി, സന്തോഷം കിട്ടല്ലേ? നിങ്ങൾ ഉമ്മാനും ബാപ്പാനും നോക്കുമ്പോൾ, ഭർത്താവിന്റെ ഉമ്മാനും ബാപ്പാനും നോക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ ഈ 2 നീയത്ത് മാത്രം വെച്ചാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടും. മൂന്നാമത്തെ ഒരു നീയത്ത് വെച്ചാൽ സന്തോഷം കിട്ടൂല കേട്ടോ, സന്തോഷം കിട്ടൂല. ഞാൻ അതുകൊണ്ട് ഈ ദീനിയായിട്ടും എക്സ്പീരിയൻസ് കൊണ്ട് പറയാം. ഒന്ന്, ഭർത്താവിന്റെ ഉമ്മാനും ബാപ്പാനും നോക്കുമ്പോൾ ഒന്നാമത്തെ നീയത്ത്
സ്വന്തം ബാപ്പാനും ഇമ്മാനും നോക്കണീന്റെ അതേ കൂലി കിട്ടാനാണ്, സ്വർഗം കിട്ടാനാണ് ഞാൻ നോക്കുന്നത്. സ്വർഗം കിട്ടാനാണ് ഞാൻ നോക്കുന്നത്. സ്വർഗം കിട്ടാൻ ബാപ്പാനും ഇമ്മാനും നോക്കുമ്പോൾ നബി പറഞ്ഞെന്താ അറിയോ? യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് സമാനമാണ്. യുദ്ധത്തിന് പോണ സഹാബിനോട് യുദ്ധത്തിൽ നിന്നും ജിഹാദിൽ നിന്നും തിരിച്ചു പോയിക്കോ, എന്നിട്ട് വീട്ടിലുള്ള ബാപ്പാനിമാൻ നോക്കിയാൽ യുദ്ധം ചെയ്ത കൂലിട്ടും. അപ്പം കുറച്ച് മുറിവുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഒറ്റ കാര്യം, ബാപ്പാനിമാനും ഇക്കാക്കാന്റെ ബാപ്പാനിമാൻ നോക്കുമ്പോൾ സങ്കടങ്ങൾ ഉണ്ടാകും. ഞാൻ എല്ലാരും മോശാക്കല്ല, പ്രയാസം അനുഭവിക്കുന്നതിനെ പറ്റി പറയണേ. ദുഃഖമുണ്ടാകും, സങ്കടം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. സ്വർഗത്തിന് വേണ്ടി മാത്രമാണ് നോക്കുന്നത്, നാട്ടാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനല്ല എന്നത് ഒന്നാമത്തെ നിയത്ത്. രണ്ടെന്താ അറിയോ? ഇക്കാക്കാന്റെ ഇഷ്ടം മാത്രം മതി, ബാക്കി എനിക്കൊന്നും വേണ്ട. അള്ളാന്റെ ഇഷ്ടവും ഇക്കാക്കാന്റെ ഇഷ്ടം. നിങ്ങൾ എന്താ ആഗ്രഹിക്കും അറിയോ? നിങ്ങൾ ആഗ്രഹിക്കുന്നത് തെറ്റല്ല, പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹിച്ച ദുഃഖം ഉണ്ടാകുക. എന്താ അറിയോ? നോക്കണ ബാപ്പാന്റെ ഇമ്മാന്റെ ഇഷ്ടം 1% കിട്ടുള്ളൂ, ബാക്കി 99 കിട്ടൂല. ബാപ്പാനിമാനും കുറ്റല്ല, അത് പ്രകൃതിപരമാണ്. എനിക്കൊന്നും ഓർമ്മയുണ്ട്, ഞാനൊരു വയസ്സായ ഉമ്മാനെ കാണാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ മരുവളുണ്ട്. ഉമ്മാക്ക് ഭക്ഷണം, ഭർത്താവിന്റെ ഉമ്മാക്ക് ഭക്ഷണം അരച്ചിട്ട് ഇങ്ങനെ ഉരുളയാക്കി, ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞുരുളാക്കിയിട്ട് വായിക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്തോണ്ട് നിൽക്കുമ്പോൾ ഞാൻ കയറി തന്നെ കേട്ടോ. സലാം അലൈക്കും, അങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കല്ലേ. വാലേക്കും എന്തൊക്കെ ഉണ്ട് ഉമ്മ വർത്താനം ചോദിച്ചു. ഉമ്മ അങ്ങനെ എന്താണ്ട്, എന്താ മോലി വർത്താൻ, ആരെങ്കിലും തിരിഞ്ഞു നോക്കണ്ടേ, ചോറുന്നാൻ വരെ ആരെങ്കിലും തരണ്ടേ. ഇത് പറയുമ്പോ ബാക്കിൽ മൊരിയോൾ ഉരുളയാക്കിയിട്ടിട്ട് ഒരു ഉരുളപ്പളും മുടുങ്ങിയിട്ടില്ല. ഇവിടെ ഉണ്ട്. അങ്ങനെ പറയും എല്ലാവരും. അല്ല, ചലോല് പറയും. നിങ്ങൾ സങ്കടപ്പെടണ്ട, അള്ളാഹു ജിഹാദിനും ഹിജറക്കും പോയ കൂലിട്ടും. ഇക്കാക്കാന്റെ വാപ്പാനിമാനും നോക്കുമ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന നീയത്ത് എന്താ അറിയോ? അള്ളാന്റെ എന്നുള്ള സ്വർഗം, ഇക്കാക്കാന്റെ ഇഷ്ടം. മൂന്നാമത്തത് അവരുടെ ഇഷ്ടം എന്നുള്ളതും ബോണസ് ആക്കി വെക്കുക. എല്ലാരും തന്നോളന്നില്ല, ഞാൻ എന്തിനാ പറഞ്ഞ മോശാക്കല്ല. അവർ തന്നിട്ടില്ലെങ്കിലും സ്വർഗവും ഇക്കാക്കാന്റെ ഇഷ്ടവും കിട്ടിയാൽ മതി എന്നുള്ളതൊക്കെ നോക്കിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സന്തോഷ സമാധാനം ഉണ്ടാവും. ഉമ്മമാരോട്, പാപ്പാരന്മാരെ, മരുമക്കളെ നോക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, അനീതി ഉണ്ടാകാന്നാ മതി, ബാക്കി നിങ്ങളെ കുടുംബജീവിതം സന്തോഷമാവും. എന്താ അനീതി? 5 മിനിറ്റ് കൊണ്ട് അവസാനം പറയാം. അനീതി എന്താ അറിയോ? 2 വാചകം ഞാൻ പറയുള്ളൂ. സഹോദരിമാർ കൂടെ ഉണ്ടാകുക, വാപ്പാരുണ്ടാകുക. നിങ്ങളെ മകളെ കല്യാണം കഴിപ്പിച്ചു, സ്വന്തം മക്കളെട്ടോ, സ്വന്തം മകളെ കല്യാണം കഴിപ്പിച്ചിട്ട് നിങ്ങളെ അടുത്തേക്ക് നിങ്ങളെ മരുവാൻ 1 മാസം കഴിഞ്ഞിട്ട് വരും. 1 മാസം കേട്ടോ. വാപ്പാ, ഉമ്മ നമ്മളെ വിളിച്ചാണ്ട്, ഉമ്മ വാപ്പ ഞാൻ ദുബായിക്ക് തിരിച്ചു പോവുകയാണ്, കമ്പനിന്ന് ഓളിയും കൂടി കൊണ്ടുപോകാനുള്ള വിസയും ടിക്കറ്റൊക്കെ തന്നിക്കണ്, ഞാൻ ഓളെ കൊണ്ടുപോകാൻ പറ്റിയിട്ട് എന്താ അഭിപ്രായം? എന്താ അമ്മയുടെ അഭിപ്രായം? കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങളെ മകളെ, നിങ്ങളെ മരുവാന് ദുബായിക്ക് 1 മാസം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറ്റും, നിങ്ങളെ അഭിപ്രായം എന്താ? അഭിപ്രായം മാത്രമല്ല, പെരും ചാടിക്കളിയേക്കാര്. അയലോക്കത്തൊക്കെ പോയിട്ട് ഞാൻ തേടി കിട്ടിയ പുതിയാപ്പിളയാണ്, ഓനില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല, പടച്ചോന്നൊക്കെ പറഞ്ഞിട്ട് ആകെപ്പാടങ്ങൾ സംഭവമാക്കും. അൽഹംദുലില്ലാഹ്, നല്ലതാണ്, കുഴപ്പമില്ല. നിങ്ങളെ മകൻ കല്യാണം കഴിച്ചു 3 മാസം കഴിഞ്ഞിട്ട്, നിങ്ങളെ മകളെ കൊണ്ടുപോയത് 1 മാസം കഴിഞ്ഞിട്ടാണ്. 3 മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങളെ മകൻ വന്നിട്ട് പറയണം, ഉമ്മ ഖത്തർക്ക് ഓളെ കൊണ്ടുപോകാനുള്ള ടിക്കറ്റും വിസയൊക്കെ കമ്പനി തരാനിരിക്കണം, എന്താ ഓളെ കൊണ്ടുപോകണേ പറ്റിയ അഭിപ്രായം? എന്താ അഭിപ്രായന്മാരെ? അഭിപ്രായം പറഞ്ഞ മുന്നേ എന്താ പറയുക? ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കല. അങ്ങനെ ചില സാധനം അള്ളാഹ് ബൽ കൊടുത്ത് അതോട് ഈ ആണുങ്ങൾ മണ്ടും. കാരണം എന്താ വെച്ചാൽ ഇനി വർത്താനം പറയാതൊക്കെ നല്ലത്. കാരണം ഒന്നാമത്തെ സാധനം എന്താ പെണ്ണുമ്മേ, അതോട് പിന്നെ പോയി. പിന്നെ 1 കൊല്ലത്തെ 30 മരിച്ചും വരെ ആ കാര്യം ചോദിക്കൂല. അങ്ങനത്തെ കുറച്ച് സാധനം ഉണ്ട്. പെണ്ണുമ്മ എന്താ ചങ്ങായി, മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിച്ച 3 മാസം ഓളം കണ്ട് കൊണ്ടുപോയി. അനക്കുന്ന തീരെ ഉസുറും പുള്ളിൽ. സോ നിങ്ങളെ മകളെ 1 മാസം കഴിഞ്ഞ് കൊണ്ടുപോയപ്പോ നിങ്ങളെ മരുവൻ ഭയങ്കര സംഭവം ഇനിയല്ലോ. അതിന്റെ പേരാണ് എന്തറിയോ? ഇതിന്റെ പേരാണ് ഞാൻ ഇതിന്റെ അമ്മാണ്ട് സംസാരിക്കണോണ്ട് പറയട്ടോ. ഉമ്മ, പെൺകുട്ടികൾക്ക് വാഷിംഗ് മെഷീനാണോ തിരുമ്പാൻ കല്ലാണോ നല്ലത്? മകൾക്കാണെങ്കിൽ വാഷിംഗ് മെഷീനാണ് നല്ലത്, മരുവക്കാണെങ്കിൽ തിരുമ്പാൻ കല്ലാ നല്ലത്? അങ്ങനെ വാപ്പാന്റെ വെള്ളം അടിച്ച് തിരുമ്പിയാലേ കളറാവുള്ളൂ. മരുവോള് വാഷിംഗ് മെഷീൻ കറക്കിയാലേ, ബോഷ് കൊണ്ട് തിരിച്ചാലേ ശരിയാവുള്ളൂ. ആണ്, അങ്ങനെ തന്നെയാണ്. ഗ്യാസ് അടുപ്പാണോ വറകൂട്ടനാണോ നല്ലത്? മകക്കാണെങ്കിൽ 3 സിലിണ്ടറുള്ള ഗ്യാസ് അടുപ്പാണ് നല്ലത്. മരുവക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പണ്ട് കാട് കയറി റബ്ബർ വെട്ടി തോളത്ത് വെച്ച് കൊണ്ടുവന്ന കട്ടപ്പാടൊന്നും ജമീല എനിക്കില്ലല്ലോ, എനിക്ക് ഇവിടുന്ന് കത്തിച്ചണ പോകി ചോദിച്ചു. മരുവക്ക് വറകടുപ്പാ നല്ലത്, മകക്കോ 3 സിലിണ്ടറിലെ ഗ്യാസും കുറ്റി. ഇതിന്റെ പേരാണ് എന്താ പറയുക? കുയിന്ത് അറിയുന്നത്. അതിന്റെ പേരാണ് അറബിയിലെ ഹസദ് അറിയുന്നത്. ആ ഹസദിനാണ് അള്ളാഹ് എന്ത് പറഞ്ഞറിയോ? നിസ്കാരം നോമ്പൊക്കെ പൊളിഞ്ഞു എന്ന് പറയുന്നത്.
ഇത് പെരയിലുണ്ടാകുന്നതുകൊണ്ടാണ് 5ാം ക്ലാസ് മദ്രസീത്തെ സർട്ടിഫിക്കറ്റും അതിന്റെ മുകളിൽ സൂറത്ത് യാസീനും അതിന്റെ കീഴ്പ്പെട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്ന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടും പെരയിൽ നിന്ന് അടി ഇങ്ങനെ കൂടുന്നുണ്ട്. ഇത് ഞാൻ ടോട്ടൽ എല്ലാവരും മോശമല്ല പറയണത്. എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും മനസ്സിലാക്കുക, സ്വന്തം മരുമകളെ മക്കളെക്കാളധികം സ്നേഹിക്കുന്ന എത്ര മാതാപിതാക്കൾ ഉണ്ടറിയോ? അവർക്ക് പടച്ചോന്റെ എത്ര വലിയ ബർക്കത്താ കിട്ടുക. രത്ന ചുരുക്കമായിട്ട് എന്റെ ക്ലാസ് അവസാനിപ്പിക്കുന്ന സമയം വൈകി അവസാനിപ്പിക്കണ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇഷ്ടം വേണോ? ഭർത്താക്കന്മാരെ അവനാന്റെ ഭാര്യ ദീനിയായി ജീവിക്കണം, അവനാന്റെ കുടുംബത്തിൽ സന്തോഷം കിട്ടങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഭാര്യമാരെ ഒരു അവിഹിതത്തിലേക്കും ഒരു ഹറാമിലേക്കും പോകാതെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവനാന്റെ മക്കൾ നമുക്ക് വേണ്ടി റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കണം ആഗ്രഹിക്കുന്നുണ്ടോ? മരുമക്കളെ നിങ്ങളുടെ അമ്മായിമ്മമാർ നിങ്ങളെ സ്വന്തം മക്കളായി കാണുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മരുമക്കൾ നിങ്ങളെ സ്വന്തം മാതാപിതാക്കളായി നിങ്ങൾ അംഗീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒറ്റ മാർഗമേ ദീനിലുള്ളൂ. ആ മാർഗം അള്ളാഹുവിന്റെ ദീനിലേക്ക് നമ്മളെ കുടുംബം കൊണ്ടുവരിക. ക്ലാസുകൾ സംഘടിപ്പിക്കുക. ഈ ക്ലാസ് കൊല്ലത്തിൽ 2 വട്ടമെങ്കിലും സംഘടിപ്പിക്കുക. വീടുകൾ മാറിക്കൊള്ളാൻ ഇവിടെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ അതിനു വേണ്ടി പൈസ ചെലവാക്കിയാൽ, അതിനു വേണ്ടി നിങ്ങൾ തയ്യാറായാൽ ഉറപ്പായിട്ടും ഒരു പുതിയ നാട്ടിൽ ദീനിന്റെ പുതിയ ഖുർആനിന്റെ വചനം ഈ നാട്ടിൽ ആദ്യമായിട്ടായിരിക്കും, ചില വീടുകളിലെങ്കിലും ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ കേൾക്കുന്നുണ്ടാകുക. കേൾപ്പിച്ചതിന്റെ കൂലുണ്ടാകും, ഖുർആൻ കേൾപ്പിച്ചതിന്റെ കൂലുണ്ടാകും, ഇസ്ലാം പഠിപ്പിച്ചതിന്റെ കൂലുണ്ടാവും. ഇത് തുടരുക. ആ തുടരുമ്പോൾ ദീൻ വീട്ടിലേക്ക് വരും. ആ ദീൻ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ അള്ളാന്റെ ബർക്കത്ത് ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ ദീൻ വരുമ്പോൾ, ഖുർആൻ പാരായണം ഉണ്ടാകുമ്പോൾ, നിസ്കരിക്കുന്ന വീടാകുമ്പോൾ, ഖുത്ബക്ക് പോണ വീടാകുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകും. ആ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ആ വീടിനെ മസ്കനാക്കും. അവിടുത്തെ ദമ്പതിമാരെ ഇണകളാക്കി അസ്വാജാക്കും. അവിടെ കുടുംബത്തിൽ അള്ളാഹു ഖുർറത്തു ഐൻ കൺകുളിർമ നൽകും. ദീന് പോയാൽ ടൂറ് കൊണ്ട്, ഡ്രസ് കൊണ്ട്, നമ്മൾ മേക്കപ്പ് ചെയ്തതുകൊണ്ട് ഖുർആനും ഇസ്ലാമും നിസ്കാരവും പോച്ച പോലെ നിസ്കാരം, ഖുർആൻ പാരായണം ഇല്ല, എപ്പോഴെങ്കിലും ഓതുക. മരിച്ചോടത്തൊരു പേടിക്ക് വേണ്ടിയിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് വീട്ടിൽ നിന്ന് ഓതുക. രാവിലെയും വൈകുന്നേരം ചെല്ലേണ്ട ദിക്റുകളിൽ 1 2 എണ്ണോ ചെല്ലാതെക്ക, ജുമാക്ക് പോലും കൃത്യമായിട്ട് പങ്കെടുക്കാതെക്ക. അവനാന്റെ വീട്ടിൽ ദീനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇല്ലാതെ ആകുമ്പോൾ ഖുർആന്റെ ആയത്ത് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ആരെങ്കിലും ഒളിച്ചോടിയാൽ, അതിനൊരാൾ മാറിയാൽ, വീട് ദീനിയാകാതെ എന്താ സംഭവിക്കുക? ആ വീട്ടിൽ അല്ലാഹു ഡിപ്രഷൻ കൊടുക്കും. ആ വീട്ടിൽ അല്ലാഹു ഒളിച്ചോട്ടം കൊടുക്കും. ആ വീട്ടിൽ അല്ലാഹു അനുസരണയില്ലാത്ത മക്കളെ കൊടുക്കും. ആ വീട്ടിൽ അല്ലാഹു അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കുന്ന ദമ്പതിമാരെ കൊടുക്കും. ആ വീട്ടിൽ അല്ലാഹു 4 റൂമിൽ AC വെച്ചാലും 2 റൂമിൽ ഫാൻ വെച്ചാലും 2500 സ്ക്വയർ ഫീറ്റിൽ മുഴുവൻ ടൈൽസ് ഒട്ടിച്ചാലും സമാധാനമില്ലാത്ത ജീവിതം അല്ലാഹു കൊടുക്കും. പരലോകത്ത് അന്ധനായി അല്ലാഹു കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് ദീനിയായ ക്ലാസുകൾ 6 മാസത്തിലോ 3 മാസത്തിലോ നമ്മുടെ ഈ പ്രദേശത്ത് നിലനിർത്തട്ടെ. 10 ആള് മതി. 10 ആൾക്ക് നിരന്തരമായി വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാട്ടിൽ ആളുകൾ കൂടും. ആ കൂടിയ ആളുകൾക്ക് ആദ്യമായിട്ട് ദീൻ പഠിപ്പിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ആനന്ദമുണ്ടാകും. അത് നമ്മുടെ നാട്ടിൽ തുടങ്ങണം. എന്റെ പിതാവ് ഒരു സ്ഥലത്ത് ക്ലാസ് തുടങ്ങി ആലോചിക്കാൻ അവിടെ പോയിട്ട് ആദ്യർക്ക് മരണ നിസ്കാരം, മയ്യത്ത് നിസ്കാരം ഹെഡിങ് എഴുതി കൊടുത്തു. അതിന്റെ നിയമങ്ങൾ എഴുതി കൊടുത്തു. ഇവിടെ പ്രാക്ടീസ് കൊടുത്തു. പിറ്റത്തെ ക്ലാസ് ഗ്രഹണ നിസ്കാരം, ഓരോന്ന് ഇതേപോലെ എഴുതി കൊടുത്തു. ക്ലാസ് എടുത്തു. അടുത്തത് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, സുന്നത്ത് നിസ്കാരം. 1 കൊല്ലം കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച ഏകദേശ നിസ്കാരങ്ങളൊക്കെ അവർ പഠിച്ചു. ആ നാട്ടിൽ പുതിയ പള്ളി ഉണ്ടായി, മഹല്ലുണ്ടായി, ഖുത്ബ തുടങ്ങി. അതാണ് മാറ്റം. അതിന് ഇത് നിലനിൽക്കണം. അള്ളാഹു ഇതിനു വേണ്ടി പരിശ്രമിച്ചവർക്ക് കൂലിയെടുക്കട്ടെ. പക്ഷെ ഇതിന് തുടർച്ച ഉണ്ടാകണം. ഞാൻ ആത്മാർത്ഥമായി ഇഷ്ടത്തിൽ പറയട്ടെ. 10 ആളെ വെച്ചിട്ടാണെങ്കിലും, ഒരു സ്റ്റാൻഡും ഒരു മേശയും കസാലിട്ടിട്ടാണെങ്കിലും 10 ആളെ വെച്ചിട്ട് 2 മാസം കൂടുമ്പോൾ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് തുടർച്ച ഉണ്ടായിക്കോട്ടെ. മഴക്കാലത്തും പെരന്റെ ഉള്ളിൽ കയറുക, 10 ആളെ വെക്കുക മതി. തുടർച്ചയുണ്ടായാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾ ദീനിലേക്ക് വരും. വീട്ടിൽ ബർക്കത്ത് ഉണ്ടാകും, നമ്മൾ അനുഭവിക്കും. നാളെ പരലോകത്ത് മാ ഇമാമുക മൻ റബ്ബുക മാ നബിയുക എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ നമ്മൾ പഠിച്ച വിശ്വാസികളായി മാറും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥൻ നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കത്തിയാള നരകത്തിലും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ
ഈമാനോടെ ഇഖ്ലാസോടെ ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അല്ലാഹു ഇങ്ങനെ ഒരു ക്യാമ്പിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച ആൾക്കാരുണ്ട്. മീറ്റിംഗ് കൂടിയവർ, തീരുമാനിച്ചവർ, പ്രോത്സാഹനം നൽകിയവർ, പണം ചെലവഴിച്ചവർ, കസേരകളും സംവിധാനങ്ങളും ഒരുക്കിയവർ, വീട് തന്നവർ, ഇതിനു വേണ്ടി ടെൻഷൻ അടിച്ചവർ, നാഥാ നീ എല്ലാവർക്കും ഒരു ദഅവത്ത് നിർവഹിച്ചതിന്റെ പൂർണ്ണ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇവിടെ നടത്തിയ 2 ക്ലാസുകളിൽ ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഈ ഒരു പ്രോഗ്രാം നാഥാ നീ സഹായകരമാക്കി തീർക്കണമേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ സന്തോഷവും സമാധാനവും ഉള്ള നല്ല കുടുംബമാക്കി മാറ്റി തീർക്കണമേ റഹ്മാനെ. ഗസയിലും സുഡാനിലും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥാ സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ തീരെ മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും നീ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗിയായവർ നാഥാ നീ അവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ സാമ്പത്തികമായും ശാരീരികമായും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, വൈവാഹിക മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ.